കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും തോന്നുന്നില്ല. പരസ്പരം പഴിചാരിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലെന്ന് കരുതിയാൽ മതി. നിനക്ക് സമ്മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താം. അനാഥ കുട്ടികളെയൊക്കെ എടുത്തു വളർത്തിയാൽ അവര് വളർന്ന് വലുതായി കഴിയുമ്പോ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം മക്കളുടെ സ്നേഹം അവർക്കുണ്ടാകുമോ? എന്തുകൊണ്ട് ഉണ്ടായിക്കൂടുന്നില്ല? സ്വന്തം മക്കളെക്കാൾ സ്നേഹം അവർക്കേ ഉണ്ടാവൂ. നാളെ രാവിലെ തന്നെ നമുക്ക് അനാഥാലയത്തിൽ പോയി അന്വേഷിക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് അനാഥ പഠിക്കേണ്ടിരുന്ന നാടകം കേൾക്കാം. ஆல் இந்தியா ரேடியோ சென்னை வானொலி. நீங்கள் இதுவரை கலா கைரளி மலையாள நிகழ்ச்சி கேட்டீர்கள். இனி செய்திகள். ഇവിടെ പിള്ളാരെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുമ്പോഴാ കുട്ടികളെ ദത്തെടുക്കാൻ ഒരു നാടകം. പഠിച്ചോനെ, ഏതാണ് പിള്ള? ആരും കാണുന്നില്ലല്ലോ. ബഷീറേ, പഠിച്ചോനെ, ആരിന്റെ പിള്ളയാണോ? ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് രാത്രി ക്ഷീണം. പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ പിന്നെ രാത്രിയെ ക്ഷീണം ഉണ്ടാവുള്ളൂ. അല്ലാ, കിടക്കണ തൊപ്പി. മോളെ. മോളോ? ഈ കൊച്ചെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നിങ്ങക്ക് ഈ കൊച്ചിനെ അറിയാല്ലേ? ഇത് അവന്റെ കൊച്ചാണല്ലോ. അവരുടെ കൊച്ചെന്ന് പറ. ഇല്ലാത്തോലും പറഞ്ഞാലുണ്ടല്ലോ. പാപ്പ, നമുക്ക് ഈ കൊച്ചിനെ വളർത്താം. ഒന്ന് പോടാ വരുന്നു. കൊച്ചിനെ വളർത്താൻ നടക്കുന്നു. എന്നാലും നിങ്ങൾ എന്നോട് ചതി ചെയ്തല്ലോ. എന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സ്വഭാവം തന്നെയാ. ഏത് സ്റ്റേഷനിൽ ചെന്നാലും അതിന്റെ അടുത്തൊക്കെ ഓരോ കെട്ടികളുണ്ടാവും. എന്റെ സേനവാ, നീ എന്റെ ചാരിത്രശുദ്ധിയെ സംശയിക്കരുത്. ഞമ്മക്ക് നിങ്ങളെ വിശ്വാസമില്ല. പോടി അവിടുന്ന്. ഇത് അവന്റെ കൊച്ചു തന്നെയാ. ഈ കൊച്ചിനെ കളയാൻ രാവിലെ മുതൽ ഒരുത്തം നടത്തിയിരുന്ന ഞാൻ കണ്ടതാ. നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയണ്ട. ഏത് പകച്ചയ്ക്ക് ഉണ്ടായതാന്ന് നേര് പറ. പണ്ടാണ് കൊച്ചിനോട്ട് തന്നെ. ഇന്ന് അവനെ കുറിച്ച് കണ്ട് കൊടുത്തിട്ടുണ്ട് കാര്യം. കരയല്ലേ അവള്? ഒന്ന് കരയല്ലേന്ന്. കരയല്ലേ? ഓ, ഈ പഴയനെ പാതിരാക്കി ഞാൻ എവിടെ പോയി തപ്പാൻ റബ്ബേ? ആ കാലാക്കിന്റെ അവലും നഞ്ഞായി പടച്ചോനെ. എന്നാലും നിങ്ങൾ ഞമ്മളോട് ചതി ചെയ്തല്ലോ. പോയിട്ട് ബാ വെച്ചിട്ടുണ്ട്. ഇത് ഇടിവെട്ട് കൊണ്ടോന്റെ തലയിലെ മുടി കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞു പോയല്ല. നിന്നെ കളഞ്ഞു കിട്ടിയാരും കൊണ്ട് വല്ല കള്ളന്മാരെയും കിട്ടിയിരുന്നെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടാനാ. നിന്നെ പോലീസ് സ്റ്റേഷനിലും കൊണ്ട് ഇടാൻ പറ്റൂലല്ലോ. ഒന്ന് കരയാതിരിക്കുക എന്നെ വെച്ചേ. കരച്ചില് കേട്ട് അവസാനം എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. അള്ളാഹു ഇതാരാണീ വരുന്നത്? സാറേ, കൊച്ചിലുണ്ട് എങ്ങോട്ടാ? ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. സ്വല്പം നേരത്തെ പോയി. ഒന്ന് കീറി പൊളിക്കല്ലോ കൊച്ചേ. ചേട്ടാ, പോലീസ് ഭാഷ കേട്ടിട്ട് നിന്റെ കരച്ചിൽ കേൾക്കണില്ലല്ലോ. ഒരു പോലീസുകാരനായ ഞാൻ കള്ളനെ പോലെ പതുങ്ങി നടക്കേണ്ട ഗതികേട് വന്നല്ല. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് എന്നുള്ള ഗതി അറിയാവോ? എന്റെ മയ്യത്തോണ്ട് ചിരിയും കളി ആയിരിക്കുള്ളൂ അവിടെ. അറിയാവോ? ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട അപ്പേ? ഒരു പുലിവാലി വന്ന് പെടണത്. മോളെ, മൂത്രമൊഴിച്ചേക്കല്ലേ. ആളെ എഴുന്നേറ്റ് ആകെ ഗതികേടാവും. പിച്ചക്കാരുടെ പോലീസിന് ഇടികൊണ്ടെന്നാവും. പിന്നെ വന്നോ? അതെ, എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇളിക്കല്ലേ? അന്റെ ഒരു എൽബോർഡ് ആളെ കൊല്ലാനുള്ള ലൈസൻസ് എന്റെ. അടച്ചോനെ, ആ സൈക്കിളാന്റെ ഒപ്പം കൈ കൊണ്ട് എന്റെ പുറന്ന് തൃശ്ശൂർ പൂരാവുമല്ലോ. കുടം പൊട്ടിയില്ലേ? മണ്ണാണീ പൊട്ടും. മേലോട്ട് നോക്കി നടക്കുമ്പോൾ ആലോചിക്കണേ, ഇതിന്റെ 1ാം സമ്മാനാ. ഇതിന് വല്ല കേട് പറ്റാൻ നീ വായിച്ചു തരും. ഇന്നലെ വൈകിട്ട് വരാന്ന് പറഞ്ഞാലാണ്. സംഗതി നീ ബേജാറാവണ്ട. നിനക്ക് കുടം കിട്ടിയാ പോരെ. ഇന്നാ 1 2 കുടമണി വാങ്ങിച്ചോ. എന്ത് പറ്റിയാ മണി? ഒന്നുമില്ല.
ആഴ്ചക്ക് ഒരു 8-10 കുടം മേടിച്ചാലും പൊട്ടിക്കുന്നേ. എത്ര പറഞ്ഞാലും കേൾക്കൂല, ചെറുതല്ലേ. അമ്മടി പോ. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ആ രാജപ്പേട്ട സ്ഥലമുണ്ട്. അബു നേരത്തെ ആണല്ലോ. ഇന്ന് പടം മാറല്ലേ? ആരണ്യ സുന്ദരി നല്ല കോളാ. എവിടെ നമ്മളെ 2ാം സമ്മാനം? ഇല്ലടോ, അത് റിപ്പയർ ചെയ്തോണ്ട് പോയി. ചതിച്ചോ? അവനെ നമ്മളെ കടന്റെ ആകെയുള്ള ഒരു അൾട്രേഷൻ 2-in-1 ടാപ്പ് റിക്കാർഡ്. വേറെ ഏതെങ്കിലും വരട്ടെ, അപ്പൊ തരാം. ഇന്ന് ഈ TV ആക്കിയാലോ? ഇവനെ ഞാൻ 1ാം സമ്മാനം ആക്കും. അതിലൊന്നും കയറി പിടിക്കാതെ രാവിലെ റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ളതാ. കൊടുക്കാന്ന് പാർട്സ് കിട്ടാൻ 2 ആഴ്ച പിടിക്കുമെന്ന് പറഞ്ഞി. അങ്ങനൊക്കെ തന്നെയല്ലേ. ചോദിച്ചാ പൊടി പിടിക്കാതിരിക്കാൻ വീട്ടിൽ കൊണ്ടുവച്ചാന്ന് പറഞ്ഞി. വാടകന്റെ കാര്യത്തിലാണ് നിങ്ങൾ പേടിക്കണ്ട. ഇത് അഡ്വാൻസ് പിടിക്കും. പോരാ, സാധനം ടിവിയാ. താൻ കുറെ രൂപ ഉണ്ടാക്കും. എവിടെ ഇപ്പൊ അതിൽ വരുന്ന സീരീസ് കണ്ട ഈ കുന്ത്രാണ്ട തുറക്കാൻ തന്നെ ജനത്തിന് പേടിയാ. തുറക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. രാജപ്പൻ ചേട്ടന്റെ ഒരു ഗൗരവം 25 ഉണ്ട്. ആർക്കും വെക്കാം കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ 20. കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ. വരൂ, കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ. ടിവിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം നമുക്ക്. ഒരു പ്രത്യേക 1ാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. ടിബി. വരക്കല്ല ഹമാറ ജെയിംസ് വരക്കും. നമ്മളെ കസ്റ്റംസേഴ്സിന് രോഗം പിടിക്കും. ഇക്കാക്ക് അത് പറയാം. കൂകി ഞമ്മക്ക് ടിബി പിടിച്ചെന്നാ തോന്നണത്. തമാശ പറയാൻ ഞാനൊന്നും വെച്ചെന്നാലോ. വിളിച്ചു കൂടാ. ടിവി ആ വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, ആണിനും വെക്കാം, പെണ്ണിനും വെക്കാം. ആ, കടന്നു വരൂ. അബൂസ് ലക്കി സെന്റർ വെച്ചോളൂ. വിശ്വസ്ത സ്ഥാപനം. വെച്ചോളൂ. 1ാം സമ്മാനം ടിബി. വെച്ചോളി, ധൈര്യമായിട്ട് വെച്ചോളി. നിങ്ങൾക്ക് അടിക്കുന്ന മുഖം പറയണ്ടല്ലോ. സഹോദരന്മാരെ, ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ധൈര്യമായി കളത്തിലേക്ക് കാശ് വെക്കൂ. ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു. ബേയ് രാജാ, ബേയ്. അങ്ങനെ ബേയ്. നിർഭാഗ്യവാന്മാർ, നിങ്ങൾക്കാർക്കും അടിച്ചില്ല. അടിച്ചത് കമ്പനിക്ക്. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. സുകുമാരക്കുറിപ്പ് 9ാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് എന്നോട് സമ്മാനം മേടിച്ചിട്ടുള്ളത്. ബേയ് രാജാ, ബേയ്. ഇതാ ഒരു ഭാഗ്യവാൻ. 3 മുട്ടുസൂചി സമ്മാനം. പിടി. 10 രൂപയ്ക്ക് 3 മുട്ടുസൂചി സമ്മാനം. ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടിവിയിലോ എത്തും. അതാണ് അബൂ ലക്കി സെന്ററിന്റെ ഒരു അൾട്രേഷൻ. നീ വാടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളിപ്പീരാങ്ങി. ഇക്ക, ഇന്ന് നല്ല കോളാണല്ലോ. എനിക്കൊരു 5 രൂപ. 10 പൈസ പണി തീരാതെ തരൂല. തന്നാ നീ മുങ്ങും. മുങ്കുലുക്ക, ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കണം. അവന്റെ ഒരു മുടിഞ്ഞ വിശപ്പ്. എടാ, നിന്റെ ഒക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം ഈ നിലയിലെത്തിച്ചേ. എന്നാ പോയി തൽക്കാലം ഒരു ചായ കുടിച്ചിട്ട് പോര്. വേഗം പോയി വാന്ന്. ഇക്ക സിനിമ വിട്ട്. പോലീസോ? ഇല്ലിക്ക, സിനിമ വിട്ടെന്ന്. ഇക്കക്ക് എപ്പോഴും പോലീസ് എന്നുള്ള ഒറ്റ പേടിയേ ഉള്ളൂ. പേടിയാണ് നമ്മക്കാണ്. എനിക്കല്ല, നീ വിളിച്ചു കൂടാ. ആ വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. 1ാം സമ്മാനം ടിവി, 2ാം സമ്മാനം സൈക്കിൾ. ആ വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ധൈര്യമായിട്ട് വെച്ചോളൂ. 1ാം സമ്മാനം ടിവിയാണ്. ആരും മടിച്ചേക്കണ്ട, ധൈര്യമായി വെച്ചോളൂ. അബൂ ലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, 1ാം സമ്മാനം ടിവി, 2ാം സമ്മാനം സൈക്കിൾ. ബേയ് രാജാ, ബേയ്. ധൈര്യമായിട്ട് ബേയ്. താനിങ്ങോട്ട് മാറിക്കേ, ഞാനൊന്ന് കറക്കി നോക്കാം. എന്താ പറഞ്ഞേ? ഞാൻ കറക്കാം. ചുയിപ്പാക്കരുത്. നിങ്ങൾ കറക്കിയാൽ നമ്മൾ ആകെ കറങ്ങിപ്പോവും. ബേജാറാക്കണ്ട. നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ വേറെ സ്ഥലം വിട്ടോളി. മാറടോ, ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ. താമര 2ാം സമ്മാനം സൈക്കിൾ അടിച്ചിരിക്കുന്നത്. അല്ലാതെ അയക്കരുത്. ചവിട്ടാൻ നീങ്ങൂല. ഞാനത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ്. ഇവൻ തട്ടിപ്പ വിടരുതേ. എടുക്കടാ കാശ്. സഹോദരൻ ശബ്ദിക്കരുത്. ശബ്ദിച്ച പോലീസ് വരും. നിരപരാധിയായി എന്നെ വരെ പിടിച്ചോണ്ട് പോകും. ഞാൻ കള്ളനല്ല, ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടുമില്ല. പ്ലീസ് ശബ്ദിക്കരുത്. ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് വരാണെങ്കിൽ ഞാൻ വിടാം. എന്ത് ഉറപ്പാണോ?
ഞാനൊരു പാവാണ്. ദയവ് ചെയ്ത് എന്റെ പോക്കറ്റ് അടിക്കരുത്. എന്റെ ഒന്നുമില്ല. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഒരു സാധാരണ ആളാ ഞാൻ. എന്റെ പൊന്നു സഹോദര, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ കള്ളനല്ല. മാസം അവസാനം കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് എന്നെ വേട്ടയാടുക. മാസാവസാനം കേസോ? ആ, ഒരു മാസം ഇത്ര കേസുകൾ ഉണ്ടാക്കി ആളുകളെ പിടിക്കണമെന്ന് പോലീസിന് മോളിൽ നിന്ന് ഉത്തരവുള്ളതാ. ആ, ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചോളൂ. വല്ല പേഴ്സോ പണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. വേണ്ട, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ ഇവിടുത്തെ പുറത്തു വിടരുത്. എന്നെ പോലീസ് പിടിച്ചോണ്ടു. വിഷമിക്കാതിരിക്കൂ. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇല്ലാതെ SM തിയേറ്ററിന്റെ അവിടെ നിന്ന് ഇവിടം വരെ 3 കിലോമീറ്റർ ജീവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ. ഈ പോലീസുകാർ ചെയ്യുന്നത് വലിയ ദ്രോഹം തന്നെ അല്ലേ? സംശയമുണ്ടോ? പോലീസ് ഇല്ലാത്തൊരു ഭരണകൂടം ഇവിടെ വന്നേ പറ്റൂ. അതെ 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 അതെ. നിങ്ങളൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഇന്ന് പോകുന്നില്ലല്ലോ. പട്ടിണി കിടക്കണ്ട, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഓ, വലിയ ഉപകാരം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാനാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. റോഡിൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട്. പുറത്തിറങ്ങണ്ട. കഴിച്ചോളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും. എന്റെ എന്ത് പ്രശ്നം? അല്ല, വിശപ്പിന്റെ പ്രശ്നം. പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ. ഓഹോ, അങ്ങനെ. ഇവിടെ ഫാൻ ഇല്ലല്ലേ? അയ്യോ, ഇല്ലല്ലോ. നല്ല ചൂടാ. ശരിക്കുള്ള ചൂട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അല്ല, ഈ ഏപ്രിൽ മെയ്. ഓഹോ, അത് ശരി. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു. ഒരർത്ഥവും ഇല്ല. ആട്ടെ സഹോദര, നമ്മുടെ ഗൾഫ് യുദ്ധമൊക്കെ എന്തായി? യുദ്ധം തീർന്നിട്ട് കാലത്രേ അറിഞ്ഞില്ലേ? യുദ്ധം തീർന്നോ? ഓ, ഞാൻ പത്രം വായിച്ചിരുന്ന ആള് പറയേ. അയ്യോ, ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? ഞാനാണ് സാർ. കള്ളനിതാ. അയ്യോ സാർ, എടാ ചതിയാ, ദ്രോഹി, തെണ്ടി, വഞ്ചക, നിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ സാർ, ഞാൻ ആരുടെ പോക്കറ്റ് അടിച്ചിട്ടില്ല. അയ്യോ, എന്നെ അടിക്കരുത്. അയ്യോ അയ്യോ. ആരാടാ പടക്കം പൊട്ടിച്ച്? അയ്യോ ചന്തി, 1 2 3 4 5. അയ്യേ, എന്റെ 5 വർഷം പോയി. പിടിച്ചില്ലേ? എവിടെ നോക്കിയാണോ നടക്കുന്നത്? വരട്ടെ. വാഴം പോലെ അങ്ങാനാണോ? അധികം കിടക്കണ്ട. ഇവിടെ ഇവിടെ ലോനപ്പന, ലൈൻമാൻ ലോനപ്പൻ. എപ്പ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങനാവടാ പട്ടി? പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് പോകുമ്പോ മോളീന്ന് വിളിക്കരുത്. ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ. ഈ പരട്ട സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത്. എന്നെങ്കിലും നീ ഞാനും തമ്മിൽ മുട്ടും. വണക്കം. ചായ ചായ സുഗുണനൊരു ഫുൾ ചായ എടുക്കട്ടെ? ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ? ദേവഹിന്ദു ഭൂതം. എന്താ ഇത്? നീല നിറം. നീലോ മിണ്ടരുത്. അപ്പൊ കണിവെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ? എന്തായിരുന്നു? എനിക്കറിയാം എല്ലാത്തിനെയും. പിള്ളച്ചാ, പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ്. എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്.
ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? അയ്യേ! ഛേ! വൃത്തികേട്. ആണല്ലോ, ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. നീല നിറം? അതാർക്കാ നീല നിറത്തില്? കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ 5-നെ പിള്ളേച്ചനെ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് തിരിച്ചു നിർത്തിയ ഒരു തിരിച്ചറിൽ പരേഡ് നടത്തിയാ പോരെ? ശരിയാണ്. നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധികമാർക്കും കാണില്ല. കണ്ടുപിടിക്കാനോ എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. രണ്ടും ഒന്നല്ലേ? ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചൊണയില്ല, അത് സത്യ. ഇത് പഴയ കാലൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കേറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ ആണെങ്കിലും അവിടെ തന്നെ കാണാം. പുതിയ SI വന്ന് ചാർജ് എടുക്കുന്നവരെയുള്ള തന്റെ ഈ ഹെഡ് കോൺസ്റ്റബിൾ ഭരണം അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ലല്ലേ? ഇല്ല പിള്ളേച്ചാ, ലീഡറിന്റെ നമ്പർ മാറിയോ? എന്താ പിള്ളേച്ച? ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചവർ മനസ്സ് മാറി തിരിച്ചു വന്നാൽ അന്വേഷിക്കുന്നത് ഈ ഏരിയയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ വിട്ടിട്ട് പോകാം. என்ன எடுத்துட்டு இருக்க? படுவா அரங்கரா தெரியுமா? குழந்தைய கீழே இறக்கி வச்சுட்டு எங்கடா ஓட பாக்க? സത്യമായിട്ട് ഇത് എൻ കുഴന്തയല്ല, ഇത് റെയിൽവേ ട്രാക്ക്. ஏதோ உன் குழந்தை இல்லையா? என்ன தோல்ல தூக்கிட்டு வந்தது இந்த குழந்தை, கையால கீழே வச்சது இந்த குழந்தை, இப்போ தரையில இறக்கி விட்டோம்னா உன் குழந்தை இல்லாம போயிடுமா? ഞാൻ എന്നാ ഗലാട്ടേങ്ക? இந்த நியாயத்தை கேளுக்கும் സാർ. ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഇവരെല്ലാം കൂടി എന്നെ കള്ളനാക്കിയിരിക്കാണ് സാർ. നീ മലയാളിയാണോ? അതെ സാർ. ആ വാ വരാൻ. പോങ്ങ എല്ലാം പോങ്ങ വരാൻ പോയ. എന്തൊരു എടാ, വേഷം കെട്ടി കയ്യിലിരിക്കട്ടാ. എന്നെ പോലുള്ള ഡീസന്റ് ആയിട്ടുള്ള മലയാളീസിനൊക്കെ നിന്നെ പോലെ ഫ്രോഡ് റാസ്കൽസ് ഒന്നും ഇവിടെ ജീവിക്കാൻ വയ്യാതായിട്ടുണ്ട് സാർ. ഞാൻ പറയുന്നത് സത്യമാ. കുട്ടി എനിക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതാ. റെയിൽവേ ട്രാക്ക് എന്ന് തുടങ്ങിയാണ് പ്രസവിക്കാൻ തുടങ്ങിയത്. നാട്ടിൽ കണ്ടിടത്തൊക്കെ ഓടി നടന്ന ഏതെങ്കിലും പെമ്പിള്ളേരൊക്കെ എന്നെ കുറിച്ച് പറയരുത്. എന്നിട്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. അവിടെ ഒന്നും സ്ഥലമില്ലടാ. ഞാനൊരു പാവമാണ് സാർ, എന്നെ രക്ഷിക്കണം. സാർ ഒരു മലയാളിയല്ലേ? നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ സാർ. കുട്ടി ആർക്ക് വേണം? നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചത്? കയ്യില് കഷ്ടിച്ചൊരു 200 രൂപ കാണും. 200 ഉലുവ? ആ ഉള്ളത്. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല സാർ. എടാ മൊല്ലാക്കാനെ നീ ഓത്തു പഠിപ്പിക്കല്ലേ. നാട്ടിൽ നിന്ന് പൈസ ഒന്നും ഇല്ലാതാണ് നീ ഇങ്ങോട്ട് പോകുന്നത്. കൊണ്ടായിരുന്നതാ, ആരോ പോക്കറ്റ് അടിച്ചതാ. സംശയം സാർ നോക്കിയതാ. അയ്യോ, ദാരിദ്ര്യവാസി. രാവിലെ എന്തെങ്കിലും തടയൂന്ന് വിചാരിച്ചതാ, ഇന്നത്തെ ദിവസം പോക്ക. ആ പോടാ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം? കുട്ടി എവിടെ ഞാൻ ഇട്ടിട്ട് പോയാൽ നിന്റെ എല്ലാം ഒരറ്റണം ബാക്കിണ്ടാവില്ല. ഓടരുത് കള്ള റാസ്കൽ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. മോളാതെ കരയില്ലെന്നല്ലേ പറഞ്ഞത്? ഈ കൊച്ചിനെന്താ ചെവിയും കേട്ടൂടെ? ഓ, മലയാളത്തിൽ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാനാ? കരച്ചലിന് തമിഴിൽ എന്താണാവോ? എത്ര തമിഴ് പടങ്ങൾ കണ്ടിട്ടുള്ളതാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, അഴാതമ്മ അഴാതെ. ഇനി തമിഴ് കുട്ടി അല്ലായിരിക്കോ? ഈ മൊട്ടത്തലയും നിറമൊക്കെ കണ്ടിട്ട് മാർവാടി കുട്ടിയാണെന്ന് തോന്നുന്നു. ആ, ഹിന്ദി പറയാന്ന് വെച്ചാ അതിന് ഞാനവിടെ പോവാനാ. ഹിന്ദിന്ന് കേട്ടപ്പോ കരച്ചിൽ നിർത്തിയല്ലോ. ഹിന്ദി കൊച്ചു തന്നെ വീണ്ടും തുടങ്ങിയല്ലോ. മോളെ കരയാതെ. ഏതെങ്കിലും കുട്ടിയല്ലാത്തവർക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കാം. അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കരയാതെ മോളൂ.
എടുക്കാ അത് കൊള്ളാമല്ലോ, എനിക്ക് കിട്ടിയ പുതിയത്. പിന്നെ വേല ഇറക്കാം, ഇത് എനിക്കായിട്ട്. എന്റെ പഴവങ്ങാടി ഗണപതി, ഇയാള് നുണ പറയുന്ന കേട്ടില്ലേ? എന്തൊരു കഷ്ടം, താനല്ലേ നുണ പറഞ്ഞത്? ഞാൻ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. എന്താ നടു റോഡിൽ ഒരു ഒന്നുമില്ല, എന്റെ അമ്മാവനാ. വളരെ കാലമായി കണ്ടിട്ട് ഞാൻ അമ്മായിയുടെ വിശേഷം നുണ പറയുവാ. എനിക്ക് ഇവിടുന്ന് ഒരു പൊതി കിട്ടി, അത് ഇവൻ തട്ടിപ്പറിച്ചു. പൊതിയോ? നോക്കട്ടെ. വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ ആയിക്കൊള്ളാം. പൊതു ദർശനത്തിന് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളാവണ്ട സാറേ, എന്നെ ഒന്ന് സഹായിക്കണം. അതെ, അതുകൊണ്ടാ എനിക്ക് സമയമുണ്ടായിട്ടല്ല. സമയമില്ലാത്തവൻ പോണഹേ. അങ്ങനെ പോവല്ലേ കുഞ്ഞെ, ഇതൊരു തീരുമാനമാകണം. അല്ലെങ്കിൽ ഞാൻ ഇടപെടാം. ഇടപെടണ്ട. ഇടപെടാം. ഇടപെടണ്ട. ഇടപെട്ട് പോയി. ഇടപെട്ടെങ്കിൽ ഇടപെടരുത്. ഇടപെടാൻ പാടില്ല. മൈ ഗോഡ്, ഗോൾഡ് ചെയിൻ. അയ്യോ, ഇത് പോലീസിൽ ഏൽപ്പിക്കേണ്ട അയ്യോ, കേസാ. വേണ്ട, അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എങ്കിൽ രണ്ടുപേർക്കും പകുതി പകുതി. എങ്കിൽ ചെയിൻ എനിക്ക്, പകുതി കാശ് ഇയാൾക്ക് കൊടുത്തോളാം, അല്ല അമ്മാവന് കൊടുത്തോളാം. അത് പറ്റില്ല, സ്വർണ്ണം എനിക്ക് വേണം. പകുതി പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തേ. അത് നടപ്പില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആ. നമുക്ക് ആദ്യം ഈ ചെയിനിന്റെ വില എത്രയാണെന്നറിയാം, എന്നിട്ട് തീരുമാനിക്കാം. ബാ. അപ്പോ കല്യാണത്തിന്റെ ഒരു 4 ദിവസം മുമ്പ് പണ്ടങ്ങളൊക്കെ റെഡി ആയിരിക്കണം. നിങ്ങളെ ദൈവം കൊണ്ട് എത്തിച്ചതാ ഇവിടെ. നമ്മളെ ഏൽപ്പിക്കുന്ന പണി നമ്മൾ വൃത്തിയായി ചെയ്തു തരും. സംഗതി ബിസ്ക്കറ്റാ, ഒന്ന് ഒതുക്കി കൈകാര്യം ചെയ്യണം. അതൊക്കെ നമുക്കറിയാം. അപ്പളേ നമുക്ക് പോയിട്ട് ഓരോ സ്മോൾ അടിച്ച് വരിക. അതിനിവിടെ ആളില്ലാതെ അതിനെന്തിനാണ് ഇപ്പൊ ഇവിടെ ആള്? അട ഓർമ്മ നടക്കുന്നുണ്ടെങ്കിൽ ഭീമാ ജ്വല്ലറല്ലേ, ചാക്കണക്കിൽ പൊന്നും കെട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരികയെ. എന്റെ കത്താവേ. വന്നട്ടെ. തട്ടാരെ ഒന്ന് തൂക്കണം. തൂക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇയാൾ ആര്, സുപ്രീം കോടതി ജഡ്ജിയോ തൂക്കാൻ? പ്രശ്നാക്കണ്ട. ഇതിന്റെ തൂക്കം അറിഞ്ഞിട്ട് വേണം ഇവരുടെ ഒരു പ്രശ്നം തീർക്കാൻ. ആരുടെ പ്രശ്നം? ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം. ഇവർക്ക് എന്താ പ്രശ്നം? ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നമുണ്ട്. ഒരു പവന് 1 ഗ്രാം കുറവുണ്ട്. ഇപ്പൊ എന്താ ഉണ്ട് വില? 2400 രൂപ. ഇതിനെന്ത് കിട്ടും? അപ്പോ 300 പോയിട്ട് 2000 രൂപ, അത്രേ ഉള്ളൂ. 2000-ന്റെ പകുതി 1000 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. അത് വേണ്ട, 1100 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. നിങ്ങൾ തമ്മിൽ വഴക്കും വയ്യാവലിയൊന്നും വേണ്ട. ആ സ്വർണ്ണമാല ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ അതിന് 2200 രൂപ തന്നേക്കാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ചേട്ടാ, ഇത് വലിയ മെനക്കേടായല്ലോ. തട്ടാർക്ക് ജോലി ചെയ്യണ്ടേ? നിങ്ങളൊരു ധാരണയിൽ എത്തണം പ്ലീസ്. നിങ്ങളുടെ പേരെന്താണ്? സുഗുണൻ. മിസ്റ്റർ സുഗുണൻ, ഒരു 1000 രൂപ ചെയിൻ. അത് വേണ്ട, 1000 രൂപ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. അങ്ങോട്ട് കൊടുക്കണം. എന്നാ. എന്നാ പിടി. എനിക്ക് എന്തെങ്കിലും തരണേ. അയ്യോ പാവം തട്ടാര്, തൂക്കിയ ആളല്ലേ, ഒരു 25 റുപ്പീസ് കൊടുക്കണം. കൊടു ഇയാളും തരാൻ പറ. നിങ്ങൾ കൊടുക്കണം. ആ, പോട്ടെ. ഓക്കെ, വരട്ടെ തട്ടാരെ. കോൾ അടിച്ചില്ലേ, സന്തോഷമായല്ലോ. പോയട്ടെ. എനിക്ക് തന്നെ. എന്നാ പിടി. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. 5 രൂപക്കുള്ള മുക്കുപണ്ടം കൊണ്ട് 1000 പൊൻപണം വീണ് കിട്ടി. നക്കി നക്കി വായടക്കണം നശിപ്പേ. നമുക്ക് പലിശയ്ക്ക് പണം കടം കൊടുത്താലോ? ബ്ലേഡ്. ആൾക്കാരെ പറ്റിക്കുന്ന പണിക്ക് ഞാനില്ല. ഞാൻ എന്റെ ഐഡിയ പറയാം. തൊഴിലില് നമ്മളെ സഹായിക്കുന്ന പോലീസുകാർക്ക് കൊടുത്താലോ? അത് പണ്ടായിരുന്നു. പോലീസുകാർ ഇപ്പൊ 10 പൈസ കൈക്കൂലി മേടിക്കില്ല. അതറിയോ നിങ്ങക്ക്? എന്താലേ നമുക്കൊരു ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിട്ടാലോ, അടിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ. എന്തിനാ ഗോഡൌൺ? ഒരു വീടായിക്കൂടെ, ഒരു ഓഫീസറും കൂടിയിട്ട്. ഓഫീസ് എന്തിനാ? നമ്മളെ കാണാൻ വേണ്ടി പോലീസുകാർ വരത്തില്ലേ, ഓഫീസേഴ്സ്, അവരെയൊക്കെ സ്വീകരിച്ചിരുത്താൻ. ഓ. എടുത്ത മണ്ടത്തരെ പറയൂ. നമുക്ക് പെറ്റീഷൻ എഴുതണ്ടേ, അതിനാ. ആശാനെ, ആശാൻ പറഞ്ഞതുപോലെ ശരിയാണ്. ആദ്യം ഒരു വീട് സെറ്റപ്പ് ചെയ്യാം. വാടക വീട്, കിടപ്പാടമാണ് പ്രധാനം. ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി. ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുമോ? 500 രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാന്നായിരിക്കും. പിന്നല്ലാതെ ശരീരം നോക്കണ്ടേ? എന്താണ് അധ്വാനം ദൈവമേ. ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കില്ലേ. എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ജനം ചിരിച്ചത് മാജിക്കിനാ. അല്ല ആണ്. എന്നൊരു കാര്യം ചെയ്യും, ഒരു 5-6 നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക, കലക്കി ഞാൻ കൈത്തരാം. അങ്ങനെ കലക്കണ്ട, പിന്നെ തെളിയില്ല. ഇരുന്നതിന് ശേഷം കാല് കിട്ടിയാൽ മതി കേട്ടാ. ലോക പ്രശസ്ത മാജിഷ്യൻ PC സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും. പക്ഷെ എക്യുപ്മെന്റ്സ് വേണം. കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായനെ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത. എടാ, ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ? ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇയാളെന്ന് രാത്രി കൂടെ നിലവിളിക്കുന്നത്? രാജു വേണ്ട. എന്താ സംഭവം എന്നറിയല്ലോ. വാ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. വേണ്ടട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. എന്നോട് തന്നെയാ പറഞ്ഞേ. രാജു,
തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട് എന്ന്. അയാൾ ഇവിടുത്തെ അനന്തരനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ആണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാൽ ഈ ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. മല പോലെ വന്നവൻ എലി പോലെ പോയത് അത്ഭുതം. എവിടെ അവൻ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നതോറും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പോഴവനോട് ജീവൻ വെച്ചത്. അമ്മേ എന്താണ്ടാ? ഒന്നുമില്ല. ചേട്ടൻ പഠിക്കണ്ട, ഇനി അവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരികളാ. Good, വാ. സർലേ 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 സരളയോ? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പെശക സരള ഇവിടെ താമസിച്ചിരുന്നു. വാതില് തട്ടുകാരെ കൊണ്ട് മടുത്തിരിക്കുക. നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? വരുന്നുട്ടോ. മുപ്പത്തി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തുറക്കാം. വാ, നീ നില്ല്, ഞാൻ പോവാം. രണ്ടുപേരും കൂടി വന്നോളൂ, എനിക്കതാ സൗകര്യം. വാ വാ വാ. എടാ കഴിവറട മോനെ, മേലാൽ ഈ ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. അയ്യോ, പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു അത്യാവശ്യ വിവരം പറയാനാ. ഈ സരള എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് ഏതാ? ദേ അതന്നെയാ, വേഗം ചെന്നോളൂ. താങ്ക്സ്. ഓ, അത്തിരി ചുട്ടി വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ തിറയുമ്മ. ജി വിഷമിക്കാണ്ടിരിക്ക്, അവക്ക് നല്ലൊരു നാരിചക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റ്. എന്താ ആരെ കൈമി താത്താനും വിശ്വാസമില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു നായരക്കനെ കണ്ടുപിടിച്ചാ പോരാ, നമുക്ക് ഈ തുർക്കി എന്നുള്ള രാജകുമാരനായ നായരക്കൻ തന്നെ വേണം. എന്താടി? രാസകുമാരനെങ്കിൽ രാസകുമാരൻ, എന്തിനാപ്പൊ കുറക്കണ്? പട്ടാളം പുരുഷോത്തമൻ, ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. നാവെടുത്ത ദുഷ്ടത്തിനെ പറയുള്ളൂ. 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ? മണ്ണെണ്ണേരി നാളെ എത്തിക്കാം. പഞ്ചസാരയും. എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞു. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയരുത്. തോന്നിയസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. വെട്ടി വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് എഴുതി തരുമൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തിറക്കണം, അതെന്റെ ഒരു മോഹം. ഞാൻ പടവല വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തിറക്കാലോ. ഇറക്കാം, ഉറപ്പാടാം. പോകാൻ വരട്ടെ.
ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആ എന്നാ ചാടിക്കോ. മോനെ, ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ. ചാടിക്ക. മേനോൻ ചേട്ടനല്ലേ? യെസ്, ഉണ്ണികൃഷ്ണ മേനോൻ. ചേട്ടൻ നോട്ടം കണ്ടാൽ അറിയാം എന്നെ മനസ്സിലായിട്ടില്ലെന്ന്. സോറി. ഐ എം സുരേഷ്. ചേട്ടൻ ഇപ്പോഴും HNC തന്നെയല്ലേ? യെസ്. ഞാനൊരിക്കൽ കമ്പനി വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. സിഗരറ്റ്? നോ താങ്ക്സ്. ബൈ ദ വേ, ഫാമിലി ഇവിടെ തന്നെ, ശാസ്തമംഗലത്ത്. ശാസ്തമംഗലത്ത് എവിടെ? ആ ദേവീക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത്. വടക്ക് ഭാഗത്ത്? 6ാമത്തെ വീട്. കുട്ടികളൊക്കെ ഏത് ക്ലാസ് പഠിക്കുന്നു? മൂത്ത മോള് 4th സ്റ്റാൻഡേർഡിലാണ്, ഇളയവൻ നഴ്സറിയിലും. കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോകുമോ അതോ ചേച്ചി ഉണ്ടാക്കുമോ? ശാരദയ്ക്ക് വീട്ടു ജോലി കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. മേനോൻ ചേട്ടൻ ഇത്ര വലിയൊരു പോസ്റ്റിലായിട്ടും ഒരു സെർവന്റ് ഗേളിനെ വെച്ചു കൊടുത്തൂടെ ചേച്ചിക്ക്? ടൂറൊക്കെ പോകുമ്പോ വീട്ടിലൊരു സഹായത്തിന്. സഹായത്തിനൊരു പെണ്ണുണ്ട്. ആഹാ. വരുന്നില്ലേ? ഞാൻ മദ്രാസ് ഫ്ലൈറ്റില്ല. എന്നാലും ഓക്കെ. ഓക്കെ. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് 6ാമത്തെ വീട്. ശാരദ ചേച്ചിയല്ലേ? അതെ, മനസ്സിലായില്ല. അടുത്ത് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്താ? ഇതിനു മുമ്പ് അറ്റാക്ക് വന്നിട്ടുണ്ടോ? ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? ചേച്ചി ബഹളം വെക്കരുത്. ഞാൻ ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോയോ? ഞങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. പ്ലെയിനിലോട്ട് അങ്ങോട്ട് കേറുന്ന സമയത്താ ചേട്ടൻ ഒരു ചെറിയ നെഞ്ചുവേദന. ഇവിടുന്ന് പോകുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ ചേട്ടൻ എന്ത് പറ്റി? അയ്യോ, പ്രശ്നമൊന്നുമില്ല. ചേച്ചി ഒച്ച എടുത്ത് നാട്ടുകാരെ ഒന്നും അറിയിക്കണ്ട. ആട്ടെ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോയി ചേട്ടനെ ഒന്ന് കാണാം. അപ്പൊ പുള്ളിക്കാരും ഒരു ആശ്വാസമാവും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചേച്ചി ഓട്ടോയിലോട്ട് കയറി. ഡേയ്, ചേച്ചിയെ KJ ഹോസ്പിറ്റലിൽ ഒന്ന് വിട്. പേ വാർഡ് റൂം നമ്പർ 9. വണ്ടി വിടേ. അനിയ, അടുപ്പത്തിരിക്കുന്ന മീൻ കരിയാതിരിക്കാൻ നോക്ക. ശാന്തയോടൊന്ന് പറയണേ. ആ, പറഞ്ഞേക്കാം. മനസ്സിലായില്ലല്ലോ. അല്ല, അടുപ്പത്ത് മീനും വെച്ചിട്ട് നീ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ടെറസിൽ തുണി ഉണങ്ങിയത് എടുക്കാൻ പോയതാ. ചേച്ചി ചേച്ചി ഇവിടെ ഇല്ല, അടുത്ത വീട് വരെ പോയിരിക്കുക. ചേച്ചി വന്നോളും. ശാന്തേ, നീ അങ്ങ് വളർന്നൊരു സുന്ദരിയായി പോയല്ലോടി പെണ്ണെ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉണ്ണിച്ചേട്ടന്റെ അമ്മാവന്റെ മകന്റെ മകൻ വേണു. മറന്നുപോയോ? ഇരിക്കൂ. വേണ്ട. ശാന്തേ, ഇവിടെ അടുത്തല്ലേ മിനിയാന്നൊരു വീട്ടിൽ ഒരു വലിയ മോഷണം നടന്നു? ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയും കൊള്ളാം, നീയും കൊള്ളാം. ഇത്രയും സ്വർണ്ണാഭരണങ്ങളും പണമുള്ള ഒരു വീടിന്റെ വാതിലും തുറന്നിട്ടിട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ. ഉണ്ണിച്ചേട്ടൻ വരട്ടെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. എല്ലാം ലോക്കറിൽ സൂക്ഷിച്ചിരിക്കാ. ലോക്കറില? ബാങ്കിലെ ലോക്കറില്. ഇവിടെ വരുന്ന ബന്ധുക്കൾക്കൊന്നും ചായയും കാപ്പിയൊന്നും കൊടുക്കുന്ന പരിപാടിയില്ലേ? ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ശാന്തേ, എന്റെ സിഗരറ്റ് തീർന്നുപോയി. നീ ആ ബൈക്കിന്റെ ചാവിയും എടുത്തോണ്ട് വാ. ചേച്ചി വരുമ്പോഴത്തേക്ക് ഞാൻ ഇനി വരാം. ബൈക്കിന്റെ കാര്യത്തിൽ ചേട്ടൻ ഒരു ശ്രദ്ധയില്ല. എല്ലാം തുരുമ്പെടുത്ത് കളഞ്ഞു. ചായ റെഡിയായി. ഞാനിപ്പോ ഇനി വരാം. ശരി. അവൻ എന്തൊക്കെ കൊണ്ടുപോയി? ഇപ്പൊ വരാന്ന് പറഞ്ഞ് ബൈക്ക് കൊടുത്ത് പുറത്തു പോയി സിഗരറ്റ് വാങ്ങാൻ. അയ്യോ എന്റെ ദൈവമേ. ചേച്ചി ഒന്ന് അകത്തേ നോക്ക, വേറെ വല്ല കട്ടണ്ട് പോട്ടണമെന്ന്. ഞാനൊന്ന് നോക്കിട്ട് ഇപ്പൊ വരാം. ചേച്ചി അവിടെ പോയതാ ഈ വേഷത്തിൽ? ഒന്ന് പോടി അകത്ത്.
രാഷ്ട്രീയക്കാരനാ. നിന്നെ ലാവിഷായിട്ട് പോറ്റാനുള്ള വക കയ്യിലുണ്ടാവും. ചേട്ടാ, ഈ കുഞ്ചിനെ കൊഞ്ചം പിടിക്കുമാ? உன் பேர் என்னம்மா சொல்ல மாட்டியா? அதான் அங்க பாரு, அங்க பாரு மோட்டார் சைக்கிள் ஓட்டு பாரு. டாட்டா சொல்லு, டாட்டா டாட்டா. அப்படிதான், நல்ல பொண்ணு. அதுதான், ஐயா. யோ, இல்லையா? யோ, இறங்கி வாயா, இறங்கியா. என்ன எங்க சார் போகணும்? എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. നെക്സ്റ്റ് സ്റ്റോപ്പ്. മിനിമം ടിക്കറ്റ് കൊടുങ്ക. 70 பைசா கொடு. 500 ரூபாய் நோட்டுக்கு சேஞ்ச் இருக்கா? கொண்டா. സാർ സാർ പോക്കറ്റ് അടിച്ചു സാർ. 500 രൂപയുടെ 100 നോട്ട് എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എല്ലാം പോയി, എല്ലാം പോച്ചു സാർ. പോച്ചു. என்னடா ஏமாத்த பாக்குறியா? போடா வெளிய. இறங்கல. സാർ ஏதாவது இறங்கல. போ போ. இறங்க முதல்ல. காசை கேட்டா கதை சொல்றானுங்க. வந்துட்டானுங்க. അത്രയെങ്കിൽ അത്രേ. അടിയുടെ നിന്ന് രക്ഷപ്പെട്ട ഭാഗ്യം. நெட்டு. ஏ, என்ன குழந்தை எங்க கொடுத்து நிப்பாட்டுக்கு போற? விளையாடுறியா? സാർ ഞാൻ കുട്ടിയെ മറന്നുപോയി സാർ. സാർ ഇപ്പൊ കുട്ടിയെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിച്ചേനെ. മറന്നുപോയി സാർ. இல்லையா, உனக்கு இவ்வளவு மறதி இருந்ததுன்னா குழந்தை எடுத்துக்கிட்டு வெளியில வராத. ശരി സാർ. സാർ സാറിനെ ദൈവം കഷ്ടപ്പെടുത്തും. അല്ല, കാപ്പാത്തും. പൊങ്ക വെയിറ്റിംഗ് ചാർജ് അധികമാകും. போய. നീ എന്നെയും കൊണ്ടേ പോവും. எங்க போற சார்? എനിക്ക് ഈ എറണാകുളത്ത് പോണം. எர்ணாகுளமா? ആമാ, കേരളത്തില്. இதுல ஏரோப்ளேனா மேல பறந்து போறதுக்கு? ஏன் போய சாவுகிறாக்கி மூஞ்சி மோரை பத்தியா அதுக்கு? ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, എടാ, പട്ടാളത്ത് പോയി പൊളിത്തി അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് തന്നെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ? എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങടാ പട്ടി. അച്ഛാ, അച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയൂ. മോനെ, കീലേരി അച്ചു. എവിടെ എവിടെ എവിടെ? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങി വേടായപ്പാ. നിക്കവിടെ. ഓടിക്കോ കീലേരി. നീ എത്ര കാലം ഓടടാ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ സാറല്ലേ, സാറല്ലേ, വാതിലോർക്കരി. അച്ചോട്ടനാണ് കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാണ് തെണ്ടി? ഞാൻ പറയടാ. ഞാൻ സരള എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല. എന്താടാ നിന്റെ ജോലി? ഞാൻ മാജിക്. നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കുടലെടുത്തളയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ടാസ്ക്. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തന്നെ കുത്തി ജയിലിൽ പോയതാ. കുറെ കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. അഥവാ ഒന്ന് നിന്നേ. നിന്റെ കിണ്ടി ഉണ്ടാവൂടാ ഒന്നെടുക്കാൻ? അതെ, കട്ട മുതൽ തന്നെ വാങ്ങണം. കിണ്ടി ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഓമനടുത്തേക്ക് പറ്റില്ല. വില ഇത്തിരി കൂടുതലാ. ഓ, വില നോക്കണ്ട ഓമനടുത്ത്.
ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ. ഇതൊക്കെ വലിപ്പവും പാകവും നോക്കി എടുക്കാൻ പറ്റും ടോമിനടുത്ത്. പാദസരമുണ്ടോ മാധവേട്ടാ? ഒരു കിരീടമുണ്ട്, വേണ? യേശുക്രിസ്തു ഉപയോഗിച്ചതാ മുൾക്കിരീടേ. പാദസരത്തിനൊക്കെ ആളുണ്ടെന്ന് ആരറിഞ്ഞു? ഞാനോ നോക്കട്ടെ. കൊണ്ടുവന്ന് വാങ്ങിക്കോ. ഫാഷൻ ഉള്ളത് വേണം. അത് ഞാൻ ഏറ്റു. അപ്പൊ എനിക്ക് കിണ്ടിയോ? കൊണ്ടുവരാം. അവൻ മീശ വിരിച്ചിട്ടുണ്ട്, കൊള്ള കിണ്ടി പോവാതെ നോക്കിക്കോ. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത്. നല്ല പ്രോത്സാഹനമല്ലേ? എന്താ എടാ, കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത് കേട്ടാ. ആണോ? നല്ല വാച്ച് ഊരി. ഒരു തമാശ പറഞ്ഞപ്പോ വാച്ചൂരാൻ പറയും. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൽ തന്നെ കയറി നടക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസിഡന്റ് വരും. മാധവ, ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ചെന്നേ. ഇപ്പൊ തരാ എന്നാ പിന്നെ തരാ. ഗുരുദക്ഷിണ കൊറേ ആയിട്ടാ. എവിടേക്കാ? ചങ്ങരക്കുളത്തേക്കാ. അവിടെ എന്താ? ഗോവിന്ദന്റെ മോളുടെ കല്യാണമല്ലേ? അത് നാളെയല്ലേ? ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാൽ ഈ കാലം കൂടെ നാളെ കാലത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി അവള് കാലത്ത് വന്നാ മതിയല്ലോ. ആണി എന്റെ കാലിലല്ലേ? ഇത് പറഞ്ഞേ സൂക്ഷിച്ച്. മുള്ളാണി തുപ്പിയപ്പോ അപ്പയുടെ കാലിൽ ഇപ്പൊ നിറയെ ആണിയാ. മീശ മാധവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ അന്ന് അവന്റെ വീട്ടിൽ കേറിയിരിക്കും. അങ്ങനെ മീശ പിരിച്ച് വയസ്സാം കാലത്ത് മേലാസകലം രോമം കേറി ആൾക്കുരങ്ങിനെ പോലെയാകും. പക്ഷെ പപ്പേട്ടനെ പോലെ കട്ടപ്പെടേണ്ടി വരൂല മോനെ. സർക്കസിൽ പോകാം. ദേവഹിന്ദുഭൂതം വർഷമംഗളകോളം. റൊക്കി, എടോ റൊക്കി, വേലായുധനെന്ന് പറഞ്ഞാ മതി. ഓ, ആ പിശാചി പിന്നി വന്നോ? റൊക്കി ഇല്ലേ അവിടെ? അവൻ ഉറങ്ങുവാ. നിങ്ങളുടെ പൊന്നുമൻ റൊക്കി അവിടെ നിന്ന് പൊക്കിയേ. എന്തിനാ? നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റാണോ? നൂറായുസ ചേട്ടന്. ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ കയറി ഇരുന്നട്ടെ. സൂചിപ്പിക്കലൊന്നും വേണ്ട. പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി? എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ, തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ് തന്നേച്ചാ മതി. എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ. 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നാണല്ലോ വേലാചേട്ടൻ പറഞ്ഞത്? അതെ. എന്നാ 1.5 ലിറ്റർ പാലുള്ള പശുവിന് ഞാൻ തരും. പറ്റുമോ? അതേ വിലക്കിന്ന്. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? ഇനി എന്നെ പറ്റിച്ചാലിന്റെ വിധം മാറും. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ള ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. എന്താണ്? പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ അതിന്റെ കേട്. ഒന്ന് മാറിക്കതള്ളേ. മൂത്ത് നരച്ചു. എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ. എന്റെ കർത്താവേ,
ബഹലുണ്ടാക്കാതെ അനങ്ങാൻ നിക്കടി. നാട്ടുകാർ മുഴുവൻ അറിയിക്കില്ലേ നിന്നെ റോക്കി ചേട്ടൻ ഒരു സുന്ദരിയാക്കും. നീ ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ചേട്ടൻ എന്തൊരു ആശ്വാസമായി. നീ വിഷമിക്കണ്ട, ഇത് ബ്യൂട്ടി പാർലറാ. നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. അന്നോട്ടി മഴ വന്നോടി, എനിക്കറിയാം നീ വരുന്ന്. തള്ളയുടെ വിചാരം എന്റെ പിണങ്ങി പോയ കെട്ടിയോള് വന്നു. നീ എന്തായാലും മഴ ഒന്നും മിണ്ടാട്ടെ. അതെ, അന്നക്കുട്ടി മഴ കൊമ്പ പോയിട്ടാ. കൊമ്പ് മാത്രല്ല 4 കാലും ഒരു വാലും മുളച്ചു. മര്യാദക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. നീ പാടാ കാണുക. ഏതായാലും ഇത് നന്നായി. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നല്ലോ, അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്കൊന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടലെ തൊടലെ തൊടലേ, തൊടലും പിടിക്കലും ഒക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേടി. വരാൻ ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ പങ്ങളാ ദമയന്തി. കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടെ നിന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യം പറഞ്ഞത് പൊന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? അതെ, നല്ല അതെ. ചന്തമുള്ള പശു അല്ലേ? നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്. ദമയന്തിക്ക് നോട്ടറിയാലോ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ, ഇതുപോലൊരെണ്ണം എനിക്കും വേണം. ആഹാ, അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടോ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി, ഇതുമാതിരത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണം ഒത്തോരണം വേണല്ലേ. ഞാനിവിടെ ഇല്ലേ. ബാ 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 മോളെ ബാ ബാ. അങ്ങനെ നമ്മുടെ രവിവർമ്മ ഇല്ലേ, രവിവർമ്മ, പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രപ്പണി ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, കണ്ടോടാ, അവിടെ കണ്ടില്ല അച്ഛാ. നീ കെട്ടിയതിന്റെ കുറ്റമാ. എന്നെ കുറ്റം പറയണ്ട. രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ. മുട്ട വിറ്റ് ചിട്ടി ചേർന്നുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഒത്തുണ്ടല്ലോ. 2 കൊമ്പ്, മുടി പിന്നിട്ട പോലെ വാല്. ഞാൻ ഇവിടെ ഐശ്വര്യമായിട്ട് തോറ്റുകൊണ്ടിരട്ടെ. വാ. നിൽക്കട്ടെ, വല്ലയിടത്തൊക്കെ നിന്നതല്ലേ. തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം. അതാ അതിന്റെ ഒരു ഐശ്വര്യം. മോനെ ബാബു, ബക്കറ്റിൽ വെള്ളവും ചകിരിയും ഒക്കെ എടുത്തോണ്ട് വാ. ദേ പിടിച്ചേ, എനിക്ക് തിരക്കുണ്ട്. 19 എരുമകളെ കൊടുക്കാന്ന് ഏറ്റിട്ടുണ്ട് ഹോൾസെയിലായിട്ട്. വാ. ഭഗവാനെ, പുള്ളി പശു എന്താ വെള്ള പശു ആകുന്നത്? കരിയിളകി വരുന്നല്ലോ അമ്മേ. അമ്മേ, നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ? മിണ്ടായിരിക്കടാ, എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി. ദൈവത്തിന്റെ അല്ല, എല്ലാം മനുഷ്യന്റെ കളിയാ. നോക്കിയിരിക്കാൻ പോയി പിടിക്കണോ? നിങ്ങളാരാ എന്റെ പശുവിനെ തൊട്ടു പോരുത്. എന്റെ പശു നാട്ടിൽ കാണുന്ന 4 കാലികളെയൊക്കെ മോട്ടിക്കാൻ നടക്കുക അല്ലേടി? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ചെയ്യാമെങ്കിലേ എനിക്ക് പറയാം. പശുവിനെ തൊട്ട് വരുത്. കാശ് കൊടുത്ത പശുവാ. രൂപ 1500 റൊക്ക എണ്ണി കൊടുത്ത് വാങ്ങിയ പശുവാ ഇത്. എന്റെ പശുവിനെ വാങ്ങാൻ നീ ആർക്കാണ് 20 എണ്ണി കൊടുത്തത്? പശു കച്ചവടക്കാർ റൊക്കിക്ക്. അയാൾ ഇപ്പൊ രൂപ വാങ്ങി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റൊക്കിയോ? അതെ, റൊക്കി. എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട്. അതുകൊണ്ട്
നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ പാല് ഞാൻ കുടിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് ഇനി വിരോധം ഉണ്ടായാലും ഈ പാല് ഞാൻ കുടിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും കുടിക്കുന്നത് പോലെയല്ല എന്റെ കുടി. എന്റെ കുടി ഒരു പ്രത്യേക തരത്തിലായിരിക്കും. ഇതാ, പാൽ ഇങ്ങനെ പിടിക്കും, സ്ട്രോ വെച്ച് ഇങ്ങനെ കുടിക്കും. ഇനി കുട്ടികൾ ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വരൂ. വരൂ, ഭയപ്പെടണ്ട, വന്നോളൂ. വരൂ വരൂ. ഇതൊരു മെഴുകുതിരിയാണല്ലോ. വല്ല സംശയമുണ്ടോ? അല്ല, ഇനി സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിതൊന്ന് കത്തിക്കാം. കത്തുന്നുണ്ടല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? നമുക്ക് സംശയം തീർക്കാം. ഒന്നുമില്ല. ഇനി ഈ സാധനം നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ലുക്ക് ഹിയർ. ഇനി നിരവധി സ്റ്റേജുകളിൽ ഞാൻ അവതരിപ്പിച്ച് വിജയിപ്പിച്ച എന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞാനിവിടെ കാണിക്കുകയാണ്. അപ്രത്യക്ഷയാകുന്ന സുന്ദരി, ദ വാനിഷിംഗ് ബ്യൂട്ടി. ഇതൊരു സാധാരണ പെട്ടിയാണ്. ഇതിനകത്ത് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ സുന്ദരിക്കുട്ടിയെ ഞാൻ ഈ പെട്ടിക്കകത്തിട്ട് പൂട്ടുകയാണ്. ഞാനിതാ പെട്ടി അടച്ചു പൂട്ടുകയാണ്. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഞാൻ അവളെ അപ്രത്യക്ഷയാക്കുന്നു. ദ വാനിഷിംഗ് ബ്യൂട്ടി. ശ്രദ്ധിക്കൂ. ഇനി ഈ കുട്ടിയുടെ ഒരു പൊടി പോലും നിങ്ങൾ പെട്ടിക്കകത്ത് കാണുകയില്ല. നമുക്ക് നോക്കാം. ദേവി, ഇത് ബഹളം ഉണ്ടാക്കാതിരിക്കൂ. ഇവള് പെട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ തുറന്നതാണ്. ഇനിയാണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. നോക്കിക്കോളേ. എനിക്കല്ലേ കുട്ടി, ഞാൻ അടക്കുകയാണ്. ഞാൻ തുറക്കുകയാണ്. റെഡി? 1 2 3. പെണ്ണിന്റെ പൊടി പോലും കാണുകയില്ല. യെസ്. ഇങ്ങോട്ട് വരരുത്, ആരും ഇങ്ങോട്ട് വരരുത്. ക്ഷമിക്കണം, ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. സത്യത്തിൽ ഞാൻ ശരിക്കുള്ളത് കാണിക്കാൻ പോവുകയാണ്. അയ്യോ, എന്തിനാണ്? കണി കണി വിഷുക്കണി. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. 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 എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന്. എന്ത് ചെയ്യാനാ അമ്മ? കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നോട്ട ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഏത് കൃഷ്ണയുടെ താടിയുള്ളത്? താടി ഉണ്ടായിരുന്നു, അന്ന് ബാർബർ ഷോപ്പില്ലല്ലോ. ഗുരുത്വദോഷം പറയരുത്. ഇവിടുന്നാ തുടക്കം. ഐശ്വര്യായിട്ട് ഒരു 50 രൂപയുടെ കൈനീട്ടോ. പിന്നെ 50 രൂപ എന്നാ 49 രൂപ എന്നാലും മതി. ചെലവുണ്ട് ഇതിനൊക്കെ. അതുകൊണ്ടാ. എവിടെ മാധവൻ?
अस्सलाम वालेकुम Mr. Bush. Yes, Ladan. Mafia halati khamra kalpati ke khunat malati kitte mati. Ye full fama haye fama better set center ilfat kalati Indian Airlines flight adichan jang parchulu. Agamara bidam ke chekla sokra yeli kul khamrai. Agamara bidam ke makalu na namal yelamat ba. Afghanistan Taliban al kulta sora bole kitta torabara hills red bora. Mafia yala ta fama shevali berdir ki baba zirtar bad bomb bada Afghanistan da appa da pai militir baade. Mafia halati mushalati me mushkalati me bas fatwa ala bdi ba madu barata. Andrax fi hada min paper batir fi ma patsuba. Mafia Bush. O tara bi jaldi kon balwatana kappal mayeto. Oh Lord, does Ladan know what he's doing? Don't forgive him. Mafia kata fame, Mafia 3, Mafia 3. വെടിവെക്കരുത്. ബുഷ്, വീട് ബുഷ്, ബുഷ്. കണ്ണു തുറക്കല്ലേ? അമ്മയാ കണി കാണണ്ടേ? ഇന്ന് വിഷു അല്ലേ? പടക്കം പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാരോ വെടിവെച്ചിട്ടതാണ്. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. ആരത്? നേരെ പോന്നീ പെങ്ങളാ? ഇങ്ങോട്ട് ഇടത്തോട്ട്. ആ ഭഗവാനെ തൊഴുതു. എവിടെ? ഷാരോത്തെ ചക്കയല്ലേ മേത്? അടുത്തിരിക്കുന്ന കൃഷ്ണൻ നോക്കടാ. കൃഷ്ണ നല്ലത് വരുത്തണേ. മാധവു, സുഗുണനോ? ഇന്ന് വിഷുവാണ്, കുരുത്തക്കടിനൊന്നും പോരുത്. കൈനീട്ടോ? കാശൊന്നുമില്ലേ? അമ്മേ, അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാരപ്പട്ടി എന്നെ ഓടിച്ചിടും. പിള്ളേച്ചനെ കണി കാണിച്ചാ? പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്. കൈനീട്ടാണെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പല നക്കി, അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. എടാ, 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കൂട്ടത്തിൽ കൂടണ്ട, താൻ പോക്കോ. തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. ഇതാണ് പീസായി. ഓ, ഇല്ലെങ്കിൽ 500 രൂപ കിട്ടുമായിരുന്നു. ഓട്ട ചായക്കുള്ള കാശ് കിട്ടുമല്ലോ. അടിച്ചു മാറ്റിയാലോ? ഈ പോസ്റ്റിലെ ബൾബ് കത്തുന്നുണ്ടായിരുന്നോ? അത് ഇന്നലെ രാത്രി കത്തിയിരുന്നല്ലോ. പക്ഷെ കത്തുന്നില്ലെന്ന് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോ ഫീസാകാരിക്കും. ഒരു ബൾബ് പീസാവാൻ ഒരു ദിവസം. അസിസ്റ്റന്റ് യെസ്, come on. മാറ്റിയില്ലേ? ഒട്ടി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിപ്പോയല്ലോ. അതെ, ഇതേ വകുപ്പിൽ തന്നെ വേറൊരു ലൈനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ചെമ്പുണ്ടപ്പോ കൊടുത്താൽ എണ്ണി വാങ്ങാം. ചിലക്കാടോ, ചിലപ്പോ കമ്പി എണ്ണി കിടക്കേണ്ടി വരും. എന്താ ഇത്? മനസ്സിലായില്ല? എന്ത് മനസ്സിലാക്കാൻ? ചെമ്പ്, കമ്പി, 2 ആളുകള്. ഇത് ലൈൻമാൻ നാരായണൻ. നമ്മളാരാ? അത് ശരി. അപ്പം ബോർഡിൽ ആരും പരിചയമില്ലല്ലേ? ഏത് സെക്ഷനിലാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഒന്ന് പറഞ്ഞു കൊടുക്കേ. തമ്പാനൂരാ, ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ സുഹൃത്തെ. PSC ലിസ്റ്റിൽ പേര് വന്നിട്ടും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരന്തര സമരത്തിന്റെ ഫലമായി ഹൈക്കോടതി വിധി സമ്പാദിച്ചത് വൈദ്യുതി വകുപ്പിൽ പറ്റിക്കൂടിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്നോ? എവിടെ? ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. അതെ. അവന്മാര് തന്നെ സംശയിക്കണ്ട.
കഴിവേറി കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ഇവന്മാരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. ഓർഡർ ഫോമില്ല, സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊക്കെ ലൈൻമാന്മാരല്ലേ സാർ? അതെ. പിന്നെ താനെന്താ വകുപ്പ് മന്ത്രിയെ പോലെ സംസാരിക്കുന്നത്? എന്തുവാണോ ഇത്? അവിടെ നാട്ടുകാർ ഇരിക്കപ്പുറത്ത് തരുന്നില്ല. എളുപ്പം പോയി ലൈൻ നന്നാക്ക്. സാറന്മാര് ഇയാൾ എവിടുത്തെ കാരണോ? പുതിയ ഓവർസിയർമാരെ അറിയില്ലേ? ഞങ്ങളെയോ പോട്ടെ. കൊണ്ടുപോയി ലൈനിന്റെ പ്രശ്നം തീർക്കടോ. കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. ശരി സാർ. ഈ മാനന്തവാടിയിലും ഇരുട്ടിയിലും ഒക്കെ കറണ്ട് ഓഫീസ് ഉണ്ട്, ഓർമ്മ വേണം. അങ്ങോട്ട് പോണെന്നുണ്ടോ? വേണ്ട സാർ. ഉണ്ടോ? ആ, രൂപ കിട്ടും. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഇവിടെ എത്രയാ കിട്ടും? ഇതും പേര് ദുനിയാവ് മുഴുവൻ നടന്നുകൂടാഞ്ഞിട്ടാ. ഒരു മര്യാദ വില ഒന്നൂടെ. 10 രൂപയുടെ തരാം. ഒരു 300 രൂപ ശനെ. സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. അങ്ങനെ ഒഴിഞ്ഞാലോ ചേട്ടാ, ഞാൻ സംസാരിക്കാം. എത്ര കിലോ ഉണ്ട്? 9 കിലോ. 9 കിലോ ആവുമ്പം 14 40 ഗുണം 750 രൂപ. എനിക്ക് സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിരം മകനെ കൊടുക്കുന്നത്. 800 രൂപ അവിടെ. 800 രൂപ കിട്ടും. ചേട്ടൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേണ്ടെങ്കിൽ വേണ്ട, സാധനം എടുക്കട്ടെ. വേണ്ട വേണ്ട, കൊണ്ടുപോണ്ട, പണം ഞാൻ തരാം. ആ, അങ്ങനെ വഴിക്ക് വാ. ഓക്കെ, എടുത്തോ. അല്ല, അവര് വന്നു നമ്മളെ അയാളെ പോയി പിടി. കൈവിട്, കൈവിട്. കാശെടുക്ക്, കാശെടുക്ക്. ചേട്ടാ എന്താ ഇത്? ഓടി വരുമ്പോ കാശ് എടുത്തരുന്ന ബാങ്കോ ഉണ്ടല്ലോ, നമുക്ക് കാശ് കൊടു. ഓടെ കള്ള. പിന്നെ പാടുവിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിയതാ. നിങ്ങൾ അവിടെ ഒന്ന് നാടൻ കളിച്ചപ്പോ ആർക്കും ഇല്ലാണ്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കമ്പി പൊട്ടിച്ചെടുത്തേ അവസരോചിതമായി ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചിട്ടാ നിങ്ങൾ അടികൊള്ളാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമുക്കിട്ടൊരു പാരയോ? ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് പാര പണിഞ്ഞത്. പൊന്ന് ഹബീബെ, കാലിച്ചായക്ക് വകയില്ലാഞ്ഞിട്ടാ നമ്മളെ കമ്പി അടിച്ചേ. അത് നമ്മളെ പൈസ തന്നിട്ട് പോണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവിടെ ഒന്ന് പോവോ? ഒരു കാര്യം ചെയ്യ്, ഇത് പകുതിയെങ്കിലും ഞങ്ങൾക്ക് 50-50 ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ? കണ്ടോ കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ 4 പേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പറഞ്ഞത് മനസ്സിലായില്ലോ? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അതിന് കള്ളന്മാരെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്. ഇത് പുറത്തേക്ക് കളഞ്ഞേക്കൂ. അടിപിടി കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. അല്ല സർ, ഇത് ഇയാള് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി മുരിങ്ങ മരത്ത് കയറിയപ്പോ കൊമ്പ് പൊട്ടി വീണു, അങ്ങനെയാണ്. ദേഹത്തൊക്കെ ഞെരിച്ചതിന്റെയും നഖം കൊണ്ടതിന്റെ ഒക്കെ പാടുകൾ കാണുന്നുണ്ടല്ലോ. അത് ഈ രക്തോട്ടം കിട്ടാൻ വേണ്ടി ബോധം കെട്ട് പോയേ വീണപ്പോ. അതുകൊണ്ട് ഞങ്ങൾ ദേഹത്ത് ഞെരിക്കുക മാന്തൊക്കെ ചെയ്തതാണ്. ആ, അതിന്റെ പാടാ. എന്താ പേര്? പേര് രാഘവൻ നമ്പ്യാർ. വയസ്സ്? വയസ്സ് 40. അയ്യോ, ഇതിപ്പോ തന്നെ വാങ്ങിച്ചോളൂ. ചേട്ടാ, അപ്പൊ ഡോക്ടറെ വിട്. എന്റെ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്കെന്റെ കൈ പൊക്കാൻ പറ്റിയ തന്നെ ഞാൻ ആദ്യം കൊല്ലും. ആദ്യം കൈ പൊങ്ങട്ടെ സുഹൃത്തെ. തെണ്ടികള്. എടോ, തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. എന്റെ പോക്കറ്റിൽ വല്ല ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ. തല്ലിയവരുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപയും 2 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത്. ഓ, വലിയ ത്യാഗികള്. എടോ, ഈ നാട്ടില് കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട്. താൻ അത്ര വലിയ ആദർശവാദിയാണെങ്കിലേ അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കടോ. ആ കോടീശ്വരന്മാരെ എന്റെ മുറി കയറി വിളിച്ചിരുന്നാ ഞാൻ പിടിപ്പിക്കും. ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തൊരു മറ്റുള്ളവന്റെ കീശ തപ്പണം. അധ്വാനിച്ച് ജീവിച്ചൂടെ? എടോ, മേലനങ്ങാതെ കിടന്നാ പെട്ടെന്ന് എണീക്കാം. താൻ എവിടുത്തുകാരനാ? എവിടുത്തുകാരനെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
അയ്യോ അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസ് കൊണ്ടോടോ. കഴിച്ചോളൂ. എന്താടോ തന്റെ പേര്? എന്തിനാ? ചുമ്മാ പറ. രാജു. കൊറേ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട്? എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാ, വിശന്നിട്ട്. ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ലെന്ന് വെച്ചാ പൈപ്പുള്ള എത്രയെന്ന് വെച്ചാ കുടിക്കുക. തനിക്കെന്തേ ജോലി? എന്ത് ജോലി? കുറച്ച് മാജിക് അറിയാം. വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി. എന്നാലും ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. തന്റെ വീട് എവിടെയാ? വീട് കുറെ ദൂരെയാ, അവിടെ രക്ഷയൊന്നുമില്ല. അച്ഛൻ മരിച്ചപ്പോ രണ്ടാനമ്മേനെ പുകച്ച് പുറത്തി അടിച്ചു. ആ അച്ഛന്റെ 2-3 പിള്ളേരെ പറ്റ സ്ത്രീയാണല്ലോ കരുതി ഞാനും മിണ്ടാതെ പോന്നു. തനിക്ക് തന്തേന്നുള്ളൊന്നുമില്ലേ? ഞങ്ങള് കുടുംബസമേതം ബർമയിലായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ചായക്കട നടത്തുമായിരുന്നേ. ഒരു ചായക്കട നടത്താൻ ബർമ്മ വരെ പോണോടോ? ചായക്കട നടത്താൻ പോയതല്ല, പല ബിസിനസ് നടത്തി പൊളിഞ്ഞ് അവസാനം ചായക്കട ആയതാണ്. അവര് മരിച്ചപ്പോ ചായക്കട വിറ്റ് ഞാൻ സ്വന്തം നാടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ പന്തം കൊളുത്തിപ്പട. മേജിക്ക് തുടങ്ങിയപ്പോ ബർമയുടെ ഓർമ്മയ്ക്ക് ഞാൻ എന്റെ പേര് പ്രൊഫസർ റംഗൂൺ വാല എന്നാക്കി. ഞാൻ ഒരുമാതിരി നല്ല ഫേമസ് ആണ് കേട്ടോ ഇവിടെ. എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ? തന്റെ ശരിക്കുള്ള പേരെന്താ? ബാബു. ഓ, ബണ്ണ ഇനിയും വേണം. വേറെ എരിവും പുളിയുള്ള ഒന്നുമില്ലടോ. അത് പല കോഴി ഇറച്ചിയോ ആട്ടിറച്ചിയോ? പിരിവെടുത്ത കാശ് മുഴുവൻ തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാടോ. ഈ പിണ്ണാക്ക് താൻ തന്നെ തിന്നോ. വണക്കം സ്വാമി. എന്താ വരാൻ പറഞ്ഞത്? சொல்றே. താങ്ക് യു. என்னடா இது அபிஷ்ட? என்னது? അല്ല സ്വാമി, ഇവിടെ ഞാന് ഇത് നാപ്കിൻ, ഒരു ബ്രേസിയർ, കൊണ്ട, റിബൺ. வாய மூடு. இதெல்லாம் என்ன ஐட்டம்ஸ் எனக்கு தெரியும். இதெல்லாம் ஏன் கொண்டு வந்து கொடுத்தாய்? അല്ല സ്വാമി ഓർഡർ ചെയ്തനുസരിച്ച്. ஆடுறா நேக்கு எதுக்கு இந்த பீடம் இல்ல? நான் ஒரு பிரம்மச்சாரி, நேக்கு இது தேவையில்லை. ഓ, ഇത് 78B-ലെ ലക്ഷ്മി ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്കുള്ള ഓർഡറാ. സോറി സ്വാമി, ഓർഡർ മാറിപ്പോയി. ஆர்டர் மாறி போச்சுன்னு சொல்லாதே, டெலிவரி மாறி போயிடுதுன்னு சொல்லு. അപ്പടിന്നാ അപ്പടി. സ്വാമി ഇപ്പൊ എന്റെ കൂടെ 78B-ലെ ലക്ഷ്മി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വന്നാല് സ്വാമി ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞാൻ അവിടുന്ന് വാങ്ങിച്ചു തരാം. വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ സ്വാമി, ഇനി ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ട് കഴിയരുത്. കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ ഒരിക്കലും തിരികെ കിട്ടില്ല. ഞാൻ പോട്ടെ. எல்லாம் என் தலையெழுத்து. റാസ്കൽ, നിർത്താൻ വേണ്ടി എടാ കള്ള റാസ്കൽ, നീ കൊച്ചിനെ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു ചെല്ല. അയ്യോ, അത് സാറിന്റെ വീടായിരുന്നോ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാറേ. ഈ കൊച്ചു പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു വിട്ടു? അത് പോട്ടെ, അന്ന് ഞാനാണ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അത് നീയായിരുന്നു? അത് എനിക്കറിയാമായിരുന്നു. അതാടാ പോലീസുകാരൻ. ഈ മൂസയെ പറ്റിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ലടാ. സത്യം പറടാ, ഈ കൊച്ചു നിന്റെ അല്ലേ? സാറേ, അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ സത്യം. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ കുറെ നടന്നെന്നുള്ളത് സത്യ. പക്ഷെ ഇപ്പോ സാറല്ല, IG വന്ന് ചോദിച്ചാൽ പോലും എന്റെ കുക്കുനെ ഞാൻ തരില്ല. മോളെ, പോലീസ് ഭവനൊരു ടാറ്റ പറഞ്ഞേ. ടാറ്റ. എന്നാൽ ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയോ? ഒറ്റവേളയല്ല, ആ 25 സെന്റ് 4ആയിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പളം. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. എന്റെ അമ്മോ, കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്?
ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കൽ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്. അവര് വടക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? ഇതവനാ. ദാ, പോയാ ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. പോടാ മച്ചാ. അയ്യോ. നന്നായി. ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തലി മകുടം. മരണം വരാതെ അവിടെ ഉണ്ടാകണേ ഈശ്വര. ഇതെന്ത് മറിമായോ അവര് തമ്മിൽ? ഇവിടെ ഇവിടെ പകുതിയുള്ളൂ. പെടലി നിന്റെ അച്ഛൻ. ഓക്കെ എന്നാ വിട്ടോ. അല്ല, ഇന്ന് ഓഫീസിലൊന്നും പോയില്ലേ? ഇല്ല, 2 ദിവസത്തെ ലീവ് എടുത്തിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവുന്നത് വരെ. വീടിന്റെ പകുതി വാടകയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ നിങ്ങളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ടാ. അതേതായാലും നന്നായി. വല്ല കള്ളനോ തണ്ടിക്കോ കൊടുത്തിരുന്നെങ്കിൽ സമയത്തിന് വാടകയും കിട്ടത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തുമില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. നല്ല വൃത്തിയും വെടിപ്പുമുള്ള കൂട്ടത്തിലാ മിടുക്കൻ. ഒരു ഗസ്റ്റ് ഉണ്ട്. വേഗം ഒരു ചായ എടുക്കണോ? പോനാണ് അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ. ആരാണ് ഇവിടെ വലിയ ഗസ്റ്റ്? അവരോട് പോവാൻ പറ. ഇതാണോ ഇവിടുത്തെ കുക്ക്? റോക്കി. റൊട്ടിയോ? റൊട്ടിയല്ല, റോക്കി എന്റെ ഓഫീസറാണ്. എക്സർസൈസ് ചെയ്യുക. ഇത് വീട്ടുടമസ്ഥ കേശവള്ള ചേട്ടൻ. സോറി. ചേട്ടനൊരു കൂൾ ഡ്രിങ്ക്സ് വെച്ചോടാ. ഏയ് ഒന്നും വേണ്ട, എല്ലാവരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്റെ വാടകക്കാരെ എന്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാ ഞാൻ കാണുന്നത്. ശരി, വരട്ടെ. സോറി സാർ. നല്ല വാച്ച് അടിച്ചു മാറ്റട്ടാ. ഇപ്പൊ വേണ്ട. ഇനി നമ്മുടെ ഭാവി പരിപാടികൾ എന്താ? ഭാവി പരിപാടികൾ ഞാൻ പറയാം. ഇത് പുഴുങ്ങുക, ഇഡ്ഡലിയാക്കുക, സാമ്പാർ ഊട്ടി വിഴുങ്ങുക. ഈ അഡ്രസ്സിൽ 5 രൂപ കൊടുത്ത് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. പിന്നീട് ഐഡിയ ഒക്കെ മണി പോലെ വന്നോളും. പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഒരു 500 പേർക്കുള്ള സദ്യ ഒരുക്കണം. നിന്റെ ഉമ്മാന്റെ നിക്കായിന. തമാശ അല്ല, ഇത് സീരിയസാ. ഒരു കല്യാണത്തിന്റെ പ്രശ്ന. എന്ത് പ്രശ്നം? നേരത്തെ ഏറ്റിരുന്ന വെപ്പുകാര് കാലു മാറി. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? നമുക്ക് പലതും ചെയ്യാനുണ്ട്. രംഗുണേ, ഒരു ചായക്കുള്ള വല്ല വകുപ്പുണ്ടോ? എന്താ മേലക്കറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കുകയാണ്. ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ. പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാണ്ട് തുക്കടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോവോ? ആര്? ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ടാ? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ. ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിലും നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പച്ചവർ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങി കൊണ്ട് കൊടുക്കാം. ആ ചേച്ചി ഇവിടെ വന്നോ? ഏത് ചേച്ചി? ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി. ഇവിടെ വന്നില്ല. ഇല്ലേ, നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. അയ്യോ, ഇനി അപ്പുറത്തോ അപ്പുറത്തുള്ള വീടുകളോ മറ്റുണ്ടാവോ? എവിടെയില്ല. നന്നായി. ഛേ, കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ എവിടെ പോയി തപ്പും? എന്തിനാ തപ്പുന്നേ? അവള് തനിക്ക് വല്ലതും തരാനുണ്ട്. എന്തായാലും കൂടെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നത്. ആ കുട്ടീനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ? അതിന് തനിക്കെന്താ ചോദിച്ചോ? അപ്പൊ അങ്ങനെയായോ? വാ കുട്ടി, നമുക്ക് പോയി ചേച്ചി അന്വേഷിക്കാം. ഓമനടുത്തേ
ഇനി കിണ്ടിയില്ല എന്നുള്ളൊരു കുറവ് വേണ്ട. ഇത് എവിടുത്തേടാ? എവിടുത്തെ ആയാലും എന്താ, ഇവിടെ ആരും അന്വേഷിച്ച് വരാനൊന്നും പോണില്ല. എടാ കാശിപ്പോ? കാശൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എടാ നിക്കടാ, ചായ കുടിച്ചിട്ട് പോ. ചേച്ചി എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വീശിക്കലോട്ടോ, കാറ്റ് പാറായിരിക്കല്ലേ. ഓമനടുത്തേ ഞാൻ പോവാ. ആ രമണിയച്ചക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. എടാ മാധവ നിക്ക്, ചായ കുടിച്ചിട്ട് പോവാടാ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. അയ്യോ അയ്യോ എന്റെ ഉരുളി. നിനക്കത് വേണടേ. That way, please. Jeevan, come on. എന്തൊരു ചൊറിച്ചില്ല. നിനക്ക് ചൊറിയണ്ട? എനിക്കിത് ഇട്ടാണെന്ന് തോന്നണേ. നീ അകത്തേക്ക് പോ. ആവോ ആവോ. മിസ്റ്റർ സണ്ണി, സണ്ണി ഫൈനാൻസിയേഴ്സ്. നമസ്കാർ, മേരാ നാം മൽഹോത്ര, ഗോവിന്ദ് മൽഹോത്ര. साहब, हाँ? साहब, हाँ। सन्नी को हिंदी नहीं मालूम, मलयालम बोलते हैं वो മനസ്സിലാते हैं. अच्छा, പേടിക്കണ്ട. എന്റെ പിതാജി ഇരിഞ്ഞാലക്കുടാക്ക ആദ്മി, നമുക്ക് മലയാളത്തിൽ ബോൽത്താകും. വരൂ, ബൈഠിയേ ബൈഠിയേ ബൈഠിയേ. ഞാൻ ജനിച്ചതും വളർന്നും ഒക്കെ ബോംബെയിലായി പോയില്ലേ. വേണ്ടാന്ന് വെച്ചാലും ഹിന്ദി വരും. പിന്നെ എന്തൊക്കെയുണ്ട് ബിസിനസ്? എനിക്കിപ്പോൾ ഫൈനാൻസിങ് ബിസിനസ് മാത്രമേ ഉള്ളൂ. പുതിയതായി തുടങ്ങുന്നതാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓ, കണ്ടാൽ അറിയാം. എന്ത്? നിങ്ങളൊരു മിടുക്കനാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ഏർപ്പാടിന്റെ പരസ്യം ഞാൻ കണ്ടു. ഒരു പാർട്ണർ ആയാലോ എന്നൊരു, മലയാളത്തിൽ എന്താ ഇതിനെ പറയാ? മോഹം. ആ മോഹം. ഞാനിപ്പോ എന്താ തരേണ്ടത്? 3 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണ് എന്റേത്. 3 കോടി രൂപയെ? അയ്യേ, അത് വളരെ കുറച്ചായി പോയല്ലോ. ഛെ, 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 ഛെ. ആവോ ആവോ. കോൻ ഹേ? സർ, ഇന്നലെ വന്ന ആ പള്ളിയിലച്ഛനാണ്. അച്ഛാ വരൂ. അച്ഛാ, അധികമൊന്നും പ്രതീക്ഷിക്കരുത്. മന്ദാകൂ, അച്ഛനൊരു 10,000 രൂപ എടുത്തു കൊടുക്കൂ. എന്നിട്ട് റെസീറ്റ് വാങ്ങിച്ചോളൂ. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവിലെ ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് എന്റെ വക ചെറിയൊരു, മലയാളത്തിൽ എന്താ അതിന് പറയാ? കൺസ്ട്രക്ഷൻ. സംഭാവന. അച്ഛാ. അച്ഛോ, ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഈ അച്ഛന്റെ വര ഒരു നല്ല ലക്ഷണമാണെന്നാ തോന്നണേ. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. അപ്പൊ നമുക്കിനി കാര്യങ്ങൾ ഉറപ്പിക്കാം. അച്ഛാ. ഓ, എന്തേ? പുറത്തിറങ്ങ് പുറത്തിറങ്ങ്. അപ്പൊ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എല്ലാവരും കൂടെ ഒരു വേണ്ട, നിങ്ങളൊക്കെ പുറത്തിറങ്ങ്. എനിക്ക് ക്രൗഡ് എനിക്ക് ഇഷ്ടല്ല. ആ പോട്ടെ 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 പോട്ടെ. ആ മന്ദാകത്ത് പോ. വാതിലടക്കേ. ബ്ലേഡ് വീഴൂ. പിന്നെ വീഴാതെ. ഇനി നമുക്ക് ഓരോരുത്തരുടെയും വകുപ്പ് അനുസരിച്ച് നീങ്ങാം. ആ നോട്ട് കെട്ട് ഇവിടെ. അബൂച്ചന്റെ ഉണ്ട്. ആ നോട്ട് കെട്ടിട്ട്. ഇതെന്താ വെള്ളക്കടലാസ് അമ്മക്കോ? പൊക്കിയെടുത്ത് മേരാ മന്ദാകിനി, തുമാരാ ബിസിനസ് പാർട്ട്ണർ. ഹലോ മിസ്റ്റർ സണ്ണി. ഹലോ. മകളായിരിക്കും. മേരാ ഭാര്യ. വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. ഞാൻ രൂപ തരുന്നത് മന്ദാകുവിന്റെ പേരിലായിരിക്കും. എന്റെ എല്ലാ സമ്പാദ്യവും ഇവളുടെ പേരിലാണ്. ഇവളാണ് എന്റെ എല്ലാ ഐശ്വര്യവും. സണ്ണിയുടെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പണം കിട്ടിയാൽ അടുത്ത ദിവസം തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓ ശരി, ഇനി താമസിപ്പിക്കണ്ട. ഓ ഫോൺ ഫോൺ ഫോൺ, എപ്പ നോക്കിയാലും ഫോൺ. ഹലോ. ഞങ്ങളില്ലാതെ വിസ്കി കഴിക്കല്ലേ? സോഡ ഒഴിച്ച് കഴിക്കണേ, കൊടല് വെന്തു പോവും. അടിച്ച് ഫിറ്റാകുമ്പോഴേ നമ്മുടെ രഹസ്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞേൽപ്പിച്ച കാര്യം പറഞ്ഞേൽപ്പിച്ച കാര്യം മറക്കരുത്. ബ്ലേഡ് വീണോ? വീണില്ലേ? വീഴ്ത്ത്. 50 ലക്ഷമോ? ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കൊടുത്താ പോരെ? ആ നമ്പർ മനസ്സിലായി.
50 ലക്ഷം പോയിട്ട് തന്റെ 50 പൈസ എടുക്കാനല്ലോ ഹേ. ആ കുപ്പി തീരുമ്പോ പറഞ്ഞാ മതി, ഞങ്ങൾ എത്തിച്ചോളാം വിത്ത് ഫുഡ് ഐറ്റംസ്. ഒന്ന് പറയട്ടെ, തൽക്കാലം അയാളോട് വട്ടച്ചെലവിന് കുറച്ച് കാശ് ഇങ്ങോട്ട് കിട്ടുമെന്ന് ചോദിക്കാൻ പറ്റും. തൽക്കാലം വട്ടച്ചെലവിന് കുറച്ച് കാശ് തനിക്ക് ഐഡിയ ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് അർജന്റ് ആണെന്നോ? ആ ആ എനിക്ക് നാളെ ഇവിടുന്ന് വരാൻ പറ്റില്ല. പുതിയ ബിസിനസ് കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. നാളെ തന്നെ എത്തിയില്ലെങ്കിൽ കുഴപ്പമാവോ? മുഷ്കിൽ, ബഹുത്ത് മുഷ്കിലേ. ശരി, ഞാൻ നോക്കട്ടെ, വരാം. ഓക്കെ ഓക്കെ. നാശം, ചെക്ക് എടുത്തു കൊടുക്കാൻ മറന്നു. ബാങ്കിൽ നിന്ന് രൂപ എടുക്കാൻ പറ്റില്ല. ആ ഹരിലാൽ, നാളെ ആ തിയേറ്റർ പണിയുള്ളിടത്ത് അത്യാവശ്യമായി ഒരു 50 ലക്ഷം രൂപ വേണം. ആ ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് ബോംബെക്ക് പോകും, മറ്റന്നാൾ തിരിച്ചു വരും. മന്ദാകൂ, ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി നീ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ഇവിടെ ഇരുന്നോ? അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? ഛേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ്റ്റർ സണ്ണി ഉണ്ടല്ലോ, പുതിയ നിന്റെ ബിസിനസ് പാർട്ണർ അല്ലേ. സണ്ണിക്ക് അറിയോ? അമിതാഭ് ബച്ചനും മന്ദാകും ബോംബെയിലെ 2 തിയേറ്ററുകളുടെ പാർട്ട്നേഴ്സാ. എനിക്ക് സിനിമയിലും ചെറിയൊരു കമ്പുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ്, പക്ഷെ വൈഫിന് സിനിമക്കാരെന്ന് വെച്ചാൽ വലിയ ക്രൈസാ. അത് നല്ലതാ, വളരെ നല്ലതാ അത്. അപ്പൊ മറ്റന്നാ വരുമ്പോ നമ്മുടെ ബിസിനസ്സിനുള്ള ഡ്രാഫ്റ്റും കൊണ്ടുവരും. ഒരു 50 ബ്ലാക്ക്, 50 വൈറ്റ്, 50 യെല്ലോ, 50 വൈറ്റ്, 50 ബ്ലാക്ക്. അപ്പൊ നാളെ പോകുമ്പോ പ്ലെയിൻ ടിക്കറ്റ് ഓക്കെ ആവല്ലോ. സാബ് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. 9:30 ഫ്ലൈറ്റ്. 7 മണിക്ക് ഞാൻ ടിക്കറ്റുമായി ഇവിടെ വന്ന് സാബിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാം. പോരെ? എന്തിനാ എഴുന്നേറ്റത്? പോയി കിടന്നോളൂ. പരിപൂർണ ഭേദമായിട്ട് പുറത്തിറങ്ങിയാ മതി. ഉണർന്നപ്പോ കണ്ടില്ല, നല്ല വിശപ്പും. ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. എന്തിന്? അല്ല, ഞങ്ങളൊക്കെ കൂടി ഇന്നലെ കൈവച്ചത്. ആണോ? സന്തോഷം. ഒരു സഹജീവി ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല, എന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളൊക്കെ കൈ അയച്ച് സംഭാവന ചെയ്തെന്ന് പ്രൊഫസർ പറഞ്ഞു. ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ മുട്ടയും പാലും എനിക്ക് കുറച്ച് അധികം വേണ്ടി വരും. ബോഡി ആകെ കലങ്ങിയിരിക്കുക. പോയി കിടന്നോളൂ, ഞാനിപ്പോ വരാം. ഓ, അപ്പോ രോഗിയെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരൂ കേട്ടോ, ഒന്ന് പരിചയപ്പെടും ചെയ്യല്ലോ. ആഹാ, താനിവിടെ കിടന്ന് ചിറ്റി കളിക്കുക. ഇനിയിപ്പോ മുട്ട വാങ്ങി ഓംലെറ്റ് ഉണ്ടാക്കി പാല് തിളപ്പിച്ച് എത്ര നേരം വേണ്ടി ഈശ്വര. ഒന്ന് പോഷ്ട. സഹോദര. എന്താ സഹോദര? എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐഡിയ ഒക്കെ പിന്നെ, താൻ ആദ്യം പറഞ്ഞ പണിയിടോ. ദയവ് ചെയ്ത് ഇനി താൻ ധർമാശുപത്രിയിലോട്ട് പോ. മുട്ടയും പാലും ഒക്കെ അവിടെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഈ പരിക്കൊക്കെ കാണുമ്പോ തന്നെ അവരെന്തായാലും അഡ്മിറ്റ് ചെയ്യും. അതെന്തായാലും വേണ്ട സഹോദര. അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്താ തിരിച്ചു വരുമ്പോ താൻ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ താൻ ഒരിക്കലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലേ? എവിടെ പോവാൻ? എന്റെ കഥ മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞില്ലടോ. അപ്പൊ എങ്ങനെ ജീവിക്കൂടോ? താൻ എങ്ങനെ ജീവിക്കുന്നത് അതുപോലെ ഞാനും അങ്ങ് ജീവിക്കൂടോ. നേര് പറഞ്ഞ ഈശ്വരൻ എന്നെ തല്ലിയത്. ഇപ്പൊ തല ചായ്ക്കാൻ ഒരു കൂരേ. എടോ, ഇതിന് വാടക പോലും കൊടുക്കാൻ വയ്യാതെ നിൽക്കാണ് ഞാൻ. അതൊക്കെ കൊടുക്കാടോ. നേര് പറ, ശരിക്കും തനിക്ക് മാജിക് പിണ്ണാക്കൊക്കെ അറിയോ? ഈ എക്യുപ്മെന്റ്സ് ഒക്കെ പിന്നെ പിച്ചണ്ടാൻ വെച്ചിരിക്കാണോ? എന്നാ നമുക്ക് മാജിക് കളിച്ച് ജീവിക്കടോ. നമുക്കോ? അതെ, താനൊരു 5-6 വിദ്യ എന്നെയും പഠിപ്പിക്കടോ. നടന്ന് പരിപാടി പഠിക്കുന്നവരെ ഞാൻ ഏറ്റെന്ന്. കാരണേ എനിക്ക് നാക്കുണ്ട്, പിന്നെ സ്റ്റേജ്. സ്കൂൾ നാടകത്തിൽ സ്ഥിരം ക്ഷയരോഗിയും കുഷ്ഠരോഗിയൊക്കെ ആയിട്ട് അഭിനയിച്ച് ഒരുപാട് തവണ ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ താൻ പരിപാടി പിടിച്ചു തരുമോ? അക്കാര്യം താൻ എനിക്ക് വിടറോ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. നോക്കാനൊന്നുമില്ല, താൻ വെറുതെ മാജിക് കാണിച്ച് നിന്ന് തന്നാ മതി. ബാക്കി നമ്മൾ കലക്കുന്നു. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ. മുതലാളി, പണിക്കാരുടെ കൂലിയും വണ്ടിച്ചെലവും, പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ. ഒരു 100 കൂടെ ഞാൻ തരാം, അതുമേലെ മുറിക്കാം. 6000-ൽ 1 രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട. എനിക്കുണ്ട് പണിക്കാരും ചെലവും. കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്ക് പിള്ള ചെന്തുട്ടത് ഒറ്റ വലമേ കെട്ടി തോന്നേ. പോടാ, അല്ല ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരേട്ടന്റെ പടം ഇറങ്ങി വിറ്റത് 1300. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച. ഇങ്ങോട്ട് വേടാ. 5000-ൽ കൊടുക്കണോ 6000-ൽ കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം?
അല്ല ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളേച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു. മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ, അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതും. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി 50 രൂപ കൂട്ടി തരാം. 50 രൂപ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ, 5600 നീ മുറിച്ചോളാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപ കാര്യം പറഞ്ഞില്ലേ, അത് എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു പടവലത്തോട്ടത്തിൽ പോയെന്ന്. അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞു കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച? അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഈ പിള്ളേച്ചന് ഇതെന്ത് പറ്റി? തോട്ടത്തിൽ പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ? കൂട്ടുകാരനോ? കൊല്ലും ഞാൻ. കൊടുക്കണം. മാധവനെ കൊല്ലാൻ പോയാണ്. കണ്ണേവാ. എന്താ എന്താ പ്രശ്നം? അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും. കാണാൻ വരുന്ന വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ? ഇല്ല. അതാണ്, പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്. വെട്ട് പിള്ളേച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. വെള്ളച്ചോ, ഇങ്ങോട്ട്. എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്. ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു ചോദിക്ക്. അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ. എന്താ ഈ മാടിനെയൊക്കെ അറക്കണ അറവുശാല എവിടെയാ? എന്തിനാ, ഇതിനെ ഇറക്കാൻ കൊടുക്കാനാണോ? അങ്ങനെ അറുത്ത് പെട്ടെന്ന് ഇറച്ചിയോടെ വിൽക്കാനൊന്നും പറ്റില്ല. കോർപ്പറേഷൻ സീലൊക്കെ വെക്കണം. കോർപ്പറേഷൻ ഇപ്പൊ മാടിനും പശുവിനും സീൽ വെക്കില്ല പണി. പണ്ടാറടങ്ങാൻ. തന്നോടല്ല, കോർപ്പറേഷനോടാ. തന്നോടൊക്കെ ചോദിച്ചാ എന്നെ വേണം തല്ലാൻ. അയ്യോ, എന്റെ അരിമ, എന്റെ അമ്മേ. ശരിയാക്കി തരാടാ. താനൊക്കെ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? പാവ എരുമ ചത്തന്നാ തോന്നുന്നത്. അതെങ്ങനാ? ഇയാൾ ആകാശത്ത് നോക്കിയല്ലേ എരുമയെ കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ച് എരുമയുടെ മൂട്ടിക്കൊണ്ടിരിക്കാൻ ലൈസൻസ് എന്തുണ്ടോ ബൈക്കാരന്? സഹോദരൻ, ഞാനൊന്ന് പറയാം. താനൊന്നും സംസാരിക്കണ്ടെന്ന് പോടോ. ഒന്നും പറയാൻ പാടില്ല. ശരി, ഇതൊരു മിണ്ടാപ്രാണിയാ. ഇതിന് ഡോക്ടറെ കാണിക്കാൻ എത്ര ചെലവാകും? ആഹാ, എന്നാ ഞാൻ്റെ കാര്യം പറയട്ടെ. ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അതെ, ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അല്ലേ, യുവമാരും എന്ത് പ്രശ്നമാണ്? ആ കളി അവിടെ നടക്കട്ടെ. താൻ എനിക്കൊരു 200 രൂപ തരാണ്ട് തന്നെ വിടുന്ന പ്രശ്നമില്ല. ഓഹോ, താൻ എനിക്കൊരു 200 രൂപ തന്നെ വിടുന്ന പ്രശ്നമില്ല. എങ്ങനെ? എനിക്ക് ബൈക്ക് തന്നേക്കാനുള്ള കാശ്. അപ്പൊ എനിക്ക് എന്റെ എരുമ ചികിത്സിക്കണ്ടേ? ഓഹോ,
എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ മൂത്ത ആളാണല്ലോ, ഒരു പോംവഴിയുണ്ട്, ഒരു 200 രൂപ ഇങ്ങ് എടുത്തേ. എടുക്ക്, ഇങ്ങ് എടുക്കപ്പാ. 200 രൂപ എടുത്ത്. 200 രൂപ എനിക്ക് എന്നാ എന്റെ പ്രശ്നം തീരും. ഇപ്പൊ എന്റെ പ്രശ്നം തീർന്നല്ലോ, ഇനി 200 രൂപ നിനക്ക് എന്നാ നിന്റെ പ്രശ്നം തീരും. ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്നല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല ഇത്. ഇപ്പൊ പ്രശ്നം തീർന്നു. ഒന്ന് പറയും ഈ ബൈക്ക് എവിടെ കൊണ്ട്? അപ്പൊ നിങ്ങളാരാ? ഇതെന്റെ ബൈക്കാ. പിന്നെ വേറൊരുത്തന്നെ ഇതുകൊണ്ടോ എരുമ അടിച്ചതോ? ഇതവൻ മോഷിച്ചു വന്നാണെന്നേ, ഞാൻ അവനെ അന്വേഷിച്ചു വന്നതാ. എവിടെയവൻ? അപ്പൊ ബൈക്കിന്റെ ശരിക്കുള്ള ഉടമസ്ഥനാ? അപ്പൊ ബൈക്ക് നിന്റെ അല്ലേ? തന്നെ പുള്ളി എന്റെ വകയിലൊരു ബ്രദറായിട്ട് വരും, കാണണ്ട. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? എരുമ മോഷണമാണ്. എങ്ങനെയൊന്ന് ഊരി തരണം. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഊരി തരാം, പക്ഷെ ഭാവിയിൽ നീ എന്നെ സഹായിക്കണം. ഏറ്റല്ലോ? ഏറ്റു ഏറ്റോ ഏറ്റോ. നിർത്ത്. ആരാ ബൈക്കിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു? എന്റെയാണ് ബൈക്ക്. ഞാൻ എരുമയുടെ ഉടമസ്ഥൻ. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു പാവമാണ്. നിങ്ങൾ പറ, നിങ്ങൾക്കറിയാമോ എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താൻ ഇത് വിറ്റിട്ട് വേണം. ആരും ഒന്നും തരണ്ട, ഞാൻ ഇവിടെ കിടന്ന് ചാവും. കരയാതിരിക്കണം ചേട്ടാ. ചേട്ടൻ എത്ര രൂപ ആവശ്യം? എനിക്ക് അതേന്ന് എനിക്ക് ആ 300. ആ കൊടുക്കണ കാശ്. കാശ് കൊടുക്കാൻ അത് മതി. കാണിക്ക് വന്ന്. ആകെ കിട്ടിയത് 300. സത്യം, നീതി, മര്യാദ 150. ആദ്യത്തെ കച്ചവടം. പ്രൊഫസർ രംഗൂൺ വാലിയുടെ മാന്ത്രിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിനകത്തൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കൂ, അദ്ദേഹത്തിന് മാജിക് സ്റ്റിക്ക് അതിലൂടെ ഇരുന്നു. സൂക്ഷിച്ചു നോക്കൂ, ഒന്നുമില്ല. മറ്റൊരു പുഷ്പം, യാതൊന്നുമില്ല അതിനകത്ത്. സുഹൃത്തുക്കളെ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ, ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇനി പ്രൊഫസർ രംഗൂൺവാല നിങ്ങളെ അത്ഭുത പരവശരാക്കുന്ന മറ്റൊരു വിദ്യ പുറത്തിറക്കുകയാണ്. അതെ, അപ്രത്യക്ഷയാകുന്ന സുന്ദരി. യെസ്, ദ വാനിഷിംഗ് ബ്യൂട്ടി. പല പല വേദികളിലും അവതരിപ്പിച്ച് കാണികളിൽ വിസ്മയത്തിന്റെ വെടിക്കെട്ട് പൊട്ടിച്ച ദ വാനിഷിംഗ് ബ്യൂട്ടി. ലോകത്തെ പല പല മജീഷ്യന്മാരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ദ വാനിഷിംഗ് ബ്യൂട്ടി പ്രൊഫസർ രംഗൂൺവാലയുടെ മാത്രം മാസ്റ്റർ പീസായ ദ വാനിഷിംഗ് ബ്യൂട്ടി. അതെ, നമ്മുടെ വാനിഷിംഗ് ബ്യൂട്ടി കൊച്ചു സുന്ദരി വേദിയിലേക്ക് മന്ദം കടന്നു വരികയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ പെട്ടി മാത്രമാണ്. ഇതിന് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ കുട്ടിയെ ഞാൻ പെട്ടിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഹലോ, എന്താണ് അവിടെ പ്രശ്നം? ആരാണ് ഓടുന്നത്? പ്ലീസ്, ഹലോ, ശബ്ദമായിരിക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു പാവയല്ല, ഒരു കടലാസ് പൂവല്ല. ജീവനും മജ്ജയും മാംസവുമുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി മാത്രമാണ്. ഇതാ അവൾ മായയായി മറയാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ പൊടി പോലും ഈ പെട്ടിയിൽ അവശേഷിക്കുകയില്ല. ഇതാ പ്രൊഫസർ രംഗൂൺവാല പെട്ടിയടച്ചു കഴിഞ്ഞു. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതെ, പ്രൊഫസർ രംഗൂൺവാലയുടെ മാത്രമായ ദ വാനിഷിംഗ് ബ്യൂട്ടി. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മാജിക്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. പ്ലീസ്. അബദ്ധമല്ല സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മാജിക്. ഒരു പെണ്ണിന് പകരം വേറൊരു പെണ്ണ്. എറിയരുത്, എല്ലാവരും